പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഈ നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ദേവിയുടെ സ്വരൂപം ഒന്നുകൂടി വർണ്ണിക്കാം. വന്ദേ സരസ്വതി ത്രിശൂലശക്തികാരണി ശ്രീരാമുളേ ശുഭേ സമസ്ഥിതി സുവർണ്ണ സുവർണ്ണപത്മഭൂഷിരെ നമസ്തേ മഹേശ്വരി. ഈ മഹേശ്വരി രൂപം ഒരിക്കൽ കൂടി ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ക്ഷേത്രം ദർശനം ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത്, ഇവിടെ വലിയ വെലിക്കഴിയില്ല, ഇത് ചെറിയ വെലിക്കഴിയില്ല. അപ്പം ഇതിനെ ഒറ്റയായിട്ട് പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല. ഒരു പ്രവേശനം സാധാരണഗതിയിൽ വെലിക്കലുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ഓവ് കുഞ്ഞു കിടക്കാൻ പാടില്ല. ഓവ് ഗംഗാ നദിയെ പ്രധാനം ചെയ്യും. ഗംഗയുടെ പാതയിലാണ് നമ്മൾ ഇവിടുന്ന് തൊഴുതു, അത് കഴിഞ്ഞ് പോയി തിരിച്ചിങ്ങോട്ട് വന്നു, വീണ്ടും അപ്പുറത്ത് വന്ന് മോണയിൽ നോക്കിയാൽ ഗംഗയുടെ സങ്കല്പമാണ്. ആ ഗംഗയെ നമസ്കരിക്കണം, പിന്നെ തിരിച്ചു വന്നു. ഇങ്ങനെ 3 പ്രാവശ്യം പ്രദക്ഷിണം മുട്ടുകൊണ്ട് ബലിക്കലുണ്ടെങ്കിൽ ആ ബലിക്കലിന്റെ പുറത്തുകൂടി ദർശനം ചെയ്ത് അകത്തുകൂടി തിരിച്ചു വരാം. അപ്പം ഏതാണ്ട് 6 പ്രദക്ഷിണമെങ്കിലും അങ്ങനെ അർത്ഥഭാഗം കൊണ്ട് 3 പ്രദക്ഷിണമാവുന്നല്ലോ. പക്ഷെ 6 പ്രാവശ്യം നമ്മൾ ഈ പ്രക്രിയ ചെയ്യുന്നതായിട്ട് തോന്നും. ഈ ഭാഗം പോകുമ്പോൾ ഗംഗയാണ് പ്രധാനം ചെയ്യുന്നത്. ഗംഗയെ കുറിച്ച് കിടക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ ഹിന്ദുക്കള് വടക്കോട്ട് കടച്ചു കിടക്കാൻ പാടില്ല. മാഗ്നറ്റിക് നോർത്ത് ശാസ്ത്രവശം പറയുന്നതെങ്കിൽ നമ്മുടെ ഹിന്ദു പുരാണത്തിൽ ഗംഗ മുറിച്ച് കിടക്കരുതെന്നാണ് നമ്മുടെ സങ്കല്പം. ആ ഗംഗയുടെ നേതൃത്വത്തെ പ്രധാനം ചെയ്യുന്നതാണ് ആ ആ കിരീടം വെച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഇരിക്കുന്ന അവസ്ഥയിലുള്ളതാണ് ഈ സ്വരൂപം. നേരത്തെ പറഞ്ഞ നാഗേന്ദ്രഹാരായ ഭഗവാനായ ഭഗവാൻ എല്ലാവരും അനുഗ്രഹം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. വടക്കോട്ടല്ല, പടിഞ്ഞാറോട്ടായതുകൊണ്ട് അതിശക്തമായി നിങ്ങൾ അധികം ശക്തരുണ്ട്. കിഴക്കോട്ട് പോയിട്ടാണ് ഉദാഹരണത്തിന് മാമിയൊരു ഒക്കെ കിഴക്കോട്ടാണ്. പക്ഷെ ഇതെന്താ അങ്ങനെ വേണ്ടി വന്നെന്ന് ചോദിച്ചാൽ ഇതിനൊരു മൂർത്തി രഹസ്യത അത് പറയുന്നില്ല. ഇവിടെ പൂർവികന്മാരായിരുന്ന ബ്രാഹ്മണർ തമിഴ് സമാജം പ്രതിഷ്ഠിക്കപ്പെട്ട് ശിവലിംഗത്തിന്റെ ശക്തി ക്ഷയിച്ച പലതും ഈ ചുറ്റുപാടുണ്ട്. ശക്തിയില്ലാത്ത അല്ലെങ്കിൽ ശക്തി മനസ്സിലാക്കാതെ ആചരിക്കുന്ന താന്ത്രിക പ്രമുഖരുണ്ട്. അപ്പൊ അതൊരു സ്ഥലത്ത് 2 ശിവലിംഗങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന് പൊട്ടിയത് എന്താ രീതിയിൽ മാറ്റാത്തത് ആരും അത് മാറ്റാനായിട്ടില്ല. വേറെ സ്ഥലത്ത് ദേവന്മാരുടെ കൂടെ ഈ ബ്രഹ്മരക്ഷസുണ്ട്. അപ്പൊ അവിടുത്തെ ശക്തി ക്ഷയിക്കുമ്പോൾ തൊഴുന്ന ഭക്തന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് സംഭവിക്കും. വാഹനത്തിൽ വരുന്നവർക്ക് വാഹനം കൂടിക്കൊണ്ട് നടന്നു വരുന്നവർക്ക് കാര്യം വെച്ച് നോക്കുക, പൊടിവരിക്കാൻ മുണ്ട് വീഴുക, ഇതൊക്കെ ക്ഷേത്ര ദർശനത്തിന് ശേഷം സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പോയ ക്ഷേത്രത്തിൽ ചൈതന്യഹാനി വന്നിട്ടുണ്ടാകും. ആ ചൈതന്യഹാനി കൊണ്ട് നമ്മുടെ വംശാവലിക്ക് ദോഷം വരും. അതൊന്നോ 2 പ്രാവശ്യം കൊണ്ട് നോക്കുക. എല്ലാവരും സ്തുതിക്കുന്ന മമ്മിയുടെ അമ്പലത്തില് ഏതാണ്ട് 20 കൊല്ലത്തെ ഒരു വിശേഷം പറയുക. അന്ന് ഞാൻ അരങ്ങാനന്ദ സ്വാമിയുടെ കൂടെ, അരങ്ങാനന്ദ സ്വാമി ദിവ്യദൃഷ്ടിയുള്ള ഒരു മഹാത്മാവായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടത്തില് ജ്ഞാനാനന്ദ സരസ്വതി എന്ന മഹാത്മാവ് കൂടലായിരുന്നു. മമ്മിയിൽ തൊഴിൽ ആനന്ദം തിരിച്ചു വന്നപ്പോൾ എന്റെ പുറത്തു തട്ടിയിട്ട് ജ്ഞാനാനന്ദ സരസ്വതി ചോദിച്ചു, എന്താ ക്ഷേത്രത്തിന്റെ വിഷമം? നമുക്ക് കുഴപ്പമില്ല പറഞ്ഞു. അവിടെ ഒരു ഭാര്യ ഭർത്താവും അന്യം കിട്ടാതൊക്കെ അരിയാണ്. അത് രക്ഷസാണ്. ചെറുതാതിന്റെ രഹസ്യം സ്വാമി പറഞ്ഞു. ഈ അമ്പലം ഒരു കാലത്ത് സാമൂഹികപ്പാട് ഈ ഇബ്രാഹിമാരെ ഏൽപ്പിച്ചതായിരുന്നു. നീലേശ്വരം ഭാഗത്തുനിന്ന് ഈ ഭാര്യ ഭർത്താവ് മക്കളില്ലായിരുന്നു. ഈ കാണുന്ന സ്വത്തുക്കൾ മുഴുവൻ ഈ ദേവന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കോഴിക്കോട് സാമൂഹിക രാജാവ് ഏൽപ്പിച്ചു. പക്ഷെ ഈ രഹസ്യം
മനസ്സിലാക്കി പുതുതായി വന്നിരിക്കുന്ന പരശുരാമൻ കൊണ്ടുവന്ന് നമ്പൂതിരിമാരുടെ കൂട്ടത്തിൽ രണ്ടുപേരും ഒരു വിഭാഗം ഇദ്ദേഹത്തെ തല്ലിക്കൊല്ലാൻ ഭാര്യയും ഭർത്താവിനും അർദ്ധനാകൃഷി അവരുടെ ഇന്നത്തെ മുതൽ മുണ്ടകളെടുത്ത് രണ്ടായി തല്ലി കൊടുക്കും. എന്നിട്ടോ അവിടെ ഒരു ആലിന്റെ അടുത്ത് വളർത്ത് കനിമൂലയിൽ ഒരു ആലുണ്ടായിരുന്നു. അതിന്റെ ചോട്ടില് അവിടെ ഒരു അടക്കം ചെയ്തു. ആലിന് നല്ലൊരു തടയില്ല സ്ഥാനം. അങ്ങനെ കുറെ കാലം മമ്മിയിലപ്പുറത്ത് കിടപ്പു. പക്ഷെ ഈ കിടപ്പ് എന്തുമാത്രം ദണ്ഡവേശുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശൂരമായി വാഴ്ത്തപ്പെട്ട മഹാത്മാക്കൾ ജ്യോതിഷം ചെയ്ത് ആ രക്ഷസിന്റെ ചൈതന്യത്തിന് പാപപ്രായച്ചിട്ടായിട്ടാണ് മമ്മി അവർക്ക് രക്ഷസിന്റെ ഒരു സ്ഥാനം കാണാം. നിങ്ങൾ ചുറ്റമ്പലത്തിലെ പുറത്ത് കഞ്ഞി മുറിയില് ഭാര്യയും ഭർത്താവും ഇവിടെ എന്തുമാത്രം ദൈവാഴ്ചകളാണ് ഈ നമ്പൂതിരി സമൂഹം ഇമ്രാനെയും ഹുസൈനെയും കുറുപ്പിനെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് ദേവി ആരാധനാ സമ്പ്രദായത്തിലുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങളിൽ ഡൈവേർട്ട് ചെയ്തു വിഷ്ണു ആരാധന. അപ്പൊ അതുകൊണ്ടാണ് പൂർവ്വമീമാംസയിലെ കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇവിടെ ശിവപാർവതി ആരാധന രീതികളായിരുന്നു. ഇത് ഏതാണ്ട് 4500 വർഷത്തിന് ശേഷം നേരത്തെ പറഞ്ഞിരിക്കുന്ന യശോദാകൃഷ്ണന്റെ വരവോടുകൂടി ഇതൊക്കെ സംഭവിച്ചു. വിഷ്ണുക്ഷേത്രം, നരസിംഹം, നരസിംഹക്ഷേത്രം പൂജ ചെയ്യുമ്പോൾ ഈ തദ്ദേശമായി വിഷ്ണു മന്ത്രങ്ങളാണ് ജപിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ പല ക്ഷേത്രത്തിലും ചൈതന്യം വന്നിട്ടുണ്ട്. അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന ആൾക്കാർ രംഗപ്രവേശം ചെയ്തതോടുകൂടി ക്ഷേത്രങ്ങൾക്ക് പോയി പുനർജീവൻ നേടിയിട്ടുണ്ട്. അത് പഴയ ആൾക്കാരല്ല, വയസ്സന്മാരല്ല, ചെറുതലമുറയിലെ യുവാക്കളാണ് നേതൃത്വം നൽകുന്നത്. അവരെ കേരളത്തിലെ ഒരുവിധം ക്ഷേത്രങ്ങൾ മുഴുവൻ ഒരു ഒരിക്കലും കൊണ്ടുവരും എന്നൊരു പ്രത്യേകത ഞങ്ങൾക്കുണ്ട്. ആ ആശയോടുകൂടി എല്ലാ സങ്കല്പങ്ങളും നിങ്ങളുടെയും എന്റെയും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ അതിന് നീണ്ടുപോകുന്നില്ല. നിങ്ങൾക്കിവിടെ വളരെ നാമജപമൊക്കെ അത് ഞാൻ ഒരു വിഷമാവില്ല. ഇനി ഞാൻ എന്തെങ്കിലും അറിയില്ലെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണേ എന്ന അവരവരുടെ പ്രാർത്ഥനയോടുകൂടി സകലവും ഉത്സംഗത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ ഉപസംഹരിക്കുന്നു. ഓം നമഃ ശിവായ.
ഭാര്യമാർക്ക് നാലാമത്തെ ദിവസം ആണ്. ഈ നാലാമത്തെ ദിവസം മാർക്കണ്ഡേയ പുരാണത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവി ഭാഗവതത്തിലെ നാലാമത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കൂഷ്മാണ്ഡ എന്ന ദേവിയുടെ ആവിർഭാവമാണ് നാലാമത്തെ ദിവസം. കൂഷ്മാണ്ഡ എന്ന ദേവിയുടെ ആവിർഭാവത്തെ പറ്റി പറയുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശുംഭ നിശുംഭന്മാരുടെ കഥയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഭാഗം ജൈമിനി മഹർഷിക്ക് ഉപദേശിക്കുന്ന മാതിരി മാർക്കണ്ഡേയൻ പറയുന്നത്. അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കി തരാനുള്ളത് നിശുംഭ ശുംഭന്മാരെ ആരാണ്. ബ്രഹ്മാവിനെ അതിഘോരമായി തപസ് ചെയ്ത് വരദനം നേടിയിരിക്കുന്ന രണ്ട് ജ്യേഷ്ഠന്മാരാണ് ശുംഭനും നിശുംഭനും. ഇവര് രാസായുധം മുതൽക്കുള്ള എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കാൻ സമർത്ഥന്മാരും ഉഗ്ര ബലവാന്മാരുമായ അസുരന്മാരാണ്. ഇങ്ങനെ ഇവര് ബ്രഹ്മാവാണ് ഈ വരം കൊടുത്തു. ബ്രഹ്മാവിനെ പറ്റി പറയുകയാണെങ്കിൽ ചുരുക്കി പറഞ്ഞൊരു ഫോട്ടോ തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാലം നേരിടുന്നു നോക്കാതെ ആരെന്ന് ചോദിക്കുന്നത് വാരി കൊടുക്കുന്നു സ്വതശുദ്ധമായിട്ട് അദ്ദേഹത്തിന്റെ പല അനുഭവങ്ങളും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ബലവാന്മാരായി ഈ ബലത്തിന്റെ പിന്നിൽ ഇവര് ദേവലോകത്തിൽ ചെന്ന് ഇന്ദ്രന് നിഷ്കാസിതനായി വരുണിന്റെ ശക്തി കുറച്ചു, വായുവിന്റെ ശക്തി ബലം കുറച്ചു. വരുണിന് വായു നഷ്ടപ്പെട്ടാൽ പിന്നെ മറ്റൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ഇന്ദ്രപദവിയും പോയി. അങ്ങനെ ദേവന്മാരെല്ലാം മനുഷ്യന്മാരെ പോലെ ഏതാണ്ട് 12 ചതുർയുഗം കാലം ഭൂമിയിൽ അലഞ്ഞു നടന്നു. ഈ അസുരൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും? തിലോത്തമ തുടങ്ങിയ അപ്സര സ്ത്രീകളെ ദേവനർത്തനികളൊക്കെ ഇവർ ശുംഭന്റെയും നിശുംഭന്റെയും ഭാര്യയാക്കി വെച്ചു. സകല ദേവസ്ത്രീകളെയും മൃഗീയമായിട്ട് പീഡിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ ദേവന്മാരുടെ സങ്കടം ഒരു ഭാഗത്തുണ്ട്, അവരുടെ അഹങ്കാരം മറുഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ഇവരെല്ലാവരും കൂടി ഹിമാലയത്തിൽ വന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. തപസ്സിന്റെ പ്രാരംഭ ഘട്ടത്തിൽ നമ്മളിപ്പോ ചെയ്യുമ്പോൾ ഗാനാലപനങ്ങൾ കൊണ്ട് ഭക്തി സ്തോത്രങ്ങളുടെ ദേവന്മാരെ സ്തുതിക്കുന്ന ഭാഗങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന സമയത്ത് പാർവതി ദേവി ആ സമയത്ത് ഗംഗാസ്നാനത്തിന് പോവുകയാണ്. ഗംഗാസ്നാനത്തിന് പോകുമ്പോൾ ദേവി ചോദിച്ചു ദേവന്മാരോട്, നിങ്ങൾ ആരെയാണ് സ്തുതിക്കുന്നത്? അപ്പൊ ദേവിയോട് അവരുടെ കഥകളെല്ലാം ദേവന്മാരുടെ എല്ലാ ദുഃഖങ്ങളും പാർവതി ദേവിയോട് പറഞ്ഞു. ആ സമയത്ത് പാർവതിക്ക് മക്കളിൽ ദേവന്മാരോടാണ് ശരി, അമ്മയുടെ മക്കളെന്ന് എനിക്ക് വളരെ അനുകമ്പുണ്ടായി. ദേവിയുടെ ദേഹത്തിൽ നിന്ന് മഹാദേവി, നിങ്ങൾ പറയാറില്ലേ മഹാദേവി, ആ മഹാദേവി ആവിർഭാവം ചെയ്തു. ഈ മഹാദേവിക്ക് ധാരാളം കൈകൾ, ആ കൈകളിലൊക്കെ ദിവ്യായുധങ്ങളും അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും, പിന്നെയോ ദിവ്യമായ ഒരു വാഹനം സിംഹം. ഈ സിംഹത്തിന്റെ പുറത്ത് സവാരി ചെയ്യുന്ന ദേവിയാണ് പാർവതി ദേവിയുടെ ദേഹത്തിൽ നിന്ന് പുറപ്പെട്ടത്, അല്ലെങ്കിൽ ദേവി മറിഞ്ഞത്. അങ്ങനെ ഈ ദേവി നേരെ ഹിമാലയത്തിൽ ഈ ശുംഭനിശുംഭന്മാരുടെ താവളത്തിലെത്തി. അവിടെ ആടിയും പാടിയും മുഞ്ഞാലാടി നൃത്തം ചെയ്യും. ഏതെല്ലാം തരത്തിൽ നിശുംഭശുംഭന്മാർക്ക് കാമം നടക്കാൻ പറ്റുന്ന എന്തെല്ലാം കടാക്ഷങ്ങളുണ്ടോ, എന്തെല്ലാം നോട്ടങ്ങളുണ്ടോ, ശൃംഗാര ചേഷ്ടകളുണ്ടോ, ഇതൊക്കെ
ചണ്ടമുണ്ടന്മാര് ദേവിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതീവ സുന്ദരിയായ സ്ത്രീരത്നം എന്തിനായി കാട്ടു കത്തിക്ക് കൂടെ നിൽക്കുന്നത്? നിനക്ക് ഇവിടെ കൂട്ടിനായിട്ട് ആരുമില്ലേ? ഞങ്ങളുടെ എന്റെ ഈ സഹോദരന്റെ യജമാനായിരിക്കുന്ന പ്രഭു നിന്നെ വെടിയടിക്കും. നീ ഇങ്ങനെ കാട്ടിക്കൂടി ഇറങ്ങി നടക്കേണ്ട. വിശ്വരാജാവിനില്ലാത്ത പദവികളില്ല. 14 ലോകങ്ങളും ദേവന്മാരും ഒക്കെ ദേവിയുടെ മുമ്പിൽ അടിയറ വെച്ചിരിക്കുകയാണ്. ഇന്ദ്രന്റെ വജ്രായുധം മുതൽക്ക് വരുന്ന കടയിൽ എത്രമാത്രം നിധി കുംഭങ്ങളുണ്ടോ? സകല കടലില്ലേ നിക്ഷേപപ്പെട്ടത്? അതൊക്കെ ഞങ്ങളുടെ കയ്യിലാണുള്ളത്. ഇന്ന് ദേവന്മാരുടെ വർഗ്ഗമില്ല. അതുകൊണ്ട് നിന്നെപ്പോലെ ഒരു സുന്ദരി ഒരിക്കലും ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. നീ ഒരു പക്ഷേ ഇന്ദ്രന്റെ എതിരാളിയായിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതീവ സുന്ദരിയായിരിക്കും. ഇപ്പൊ എല്ലാ ദേവദാസികളും അതായത് ഒക്കെ ഞങ്ങളുടെ കൂടെ നൃത്തം ചെയ്യുന്നുണ്ട്, മധുപാനം ചെയ്യുന്നുണ്ട്. വളരെ സുഖമായി സന്തോഷമായി ആടിപ്പാടി ജീവിതം ആസ്വദിക്കുമ്പോൾ അടിച്ചു പിടിക്കണം. അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തു. കുറച്ചേരം ദേവി കേട്ടപ്പോൾ എങ്ങനെയാണ് ചന്ദ്രമണ്ഡലന്മാരിൽ നിന്ന് രാജ്യം ആവശ്യപ്പെട്ടു. അതീവ സുന്ദരന്മാരാണ്. അങ്ങനെ ഇത്ര പരാക്രമം, ഇത്ര ചക്രം ഉണ്ടാക്കും, ഇത്ര ആയുധം ഉണ്ടാക്കും. ഇതിനൊക്കെ യുദ്ധം ചെയ്യുന്നൊക്കെ മണിക്കൂറുകളോളം ശുഭവിശുഭന്മാരെ പറ്റി ഈ ചണ്ടമുണ്ടന്മാര് ദേവിയോട് പറഞ്ഞപ്പോൾ, ഏതായാലും ശരി, നിന്റെ രാജാവിനോട് പോയി പറയണം, എന്നോട് യുദ്ധം ചെയ്ത് ജയിച്ചാൽ ഞാൻ അവരിൽ ആരാണോ കേട്ടണമെന്ന് പറഞ്ഞല്ലോ, ശുഭൻ. അപ്പൊ അതിൽ ആരാണോ എടുക്കൽ ഞാൻ അവരെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് പോയി പറയുമ്പോൾ ദേവി ആ സമയത്ത് മന്ദസ്മിതമായിട്ട് ഒരു ഈണം പാടുകൊണ്ട് തമാശയാക്കിക്കൊണ്ട് ഇങ്ങനെ ചിരിച്ചുള്ള രാത്രി ഈ ചണ്ടമുണ്ടന്മാർ ചെന്നിട്ട് വിശ്വരാജാവിന് മുമ്പിൽ ചെന്ന് പറഞ്ഞു, മഹാരാജാവ്, അങ്ങക്കില്ലാത്തത് എന്താ ഈ ഭൂമിയിലുള്ളത്? ഈ സ്വർഗം, പാതാളം, 14 ലോകത്തും അങ്ങയുടെ പ്രഭാവമുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്നുവരെ സഞ്ചരിച്ചതിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായിരിക്കുന്ന ഒരു കരുണിനെ മാത്രം അങ്ങേക്ക് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു കരുണയെ കിട്ടിയാൽ അങ്ങ് വിശ്വമഹാചൈതന്യ പ്രഭുവായിട്ടുണ്ട്. അതുകൊണ്ട് അവളെ സ്വന്തമാക്കാൻ എന്താണോ വഴി അത് അങ്ങ് ചെയ്യണം. വർണ്ണന കേട്ട് ശുഭശുഭന്മാർക്ക് ആവേശം മൂത്തു. ഏതായാലും തന്റെ ഒരു മന്ത്രിയായിരിക്കും സുഗ്രീവനെ പറഞ്ഞയച്ചു. ഉടനെ തന്നെ പോയി അന്വേഷിച്ച് വരാൻ പറഞ്ഞു. മന്ത്രി സുഗ്രീവൻ ചെന്ന്, പഴയ സുഗ്രീവനല്ല കേട്ടോ, രാമകാലത്തെ സുഗ്രീവനല്ല, ആ രാക്ഷസന്മാരല്ല സുഗ്രീവൻ. ആ സുഗ്രീവൻ ചെന്ന് അവിടെ ചെന്ന് അന്വേഷണമൊക്കെ പൂർത്തിയാക്കി അന്വേഷണം റിപ്പോർട്ടിൽ അപ്പോൾ സംഗതികളൊക്കെ ശരിയാണ്. ഏതായാലും ശരി, മന്ത്രിയോട് പറഞ്ഞു അവിടെ ബലമായിട്ട് ഒരു പെണ്ണല്ലേ പിടിച്ച് കെട്ടിക്കൊണ്ട് കൊണ്ടുപോവാ. രാജാവിനെ കേട്ട് നമ്മളെപ്പോഴത്തെ പോലീസുകാരൊക്കെ യജമാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യും. യജമാൻ പറഞ്ഞ് ശരിയോ തെറ്റൊന്നും അറിയില്ല. യജമാൻ പറഞ്ഞ ചാടി പുറപ്പെട്ടു, ഒരു പുറപ്പെട്ടു, മറ്റൊരു പോലീസുകാരി കൊണ്ട് അങ്ങനെ ചെന്ന് അവിടെ എത്തി. കുറേ ദിവസം നീണ്ട യുദ്ധങ്ങളൊക്കെ വന്നു. യുദ്ധത്തില് അനവധി രാക്ഷസഗണങ്ങൾ ചത്തൊടുങ്ങി. പ്രധാനമന്ത്രി മരിച്ചു. നിശുംഭനും ശുംഭനും വിഷമായി. അപ്പം വീണ്ടും നിശുംഭശുംഭന്മാരിൽ അനുജനം പറഞ്ഞയക്കുകയാണ്, നീ പോയി യുദ്ധം ചെയ്യും. അങ്ങനെ ശുംഭൻ ചെന്നു. അപ്പൊ ശുംഭൻ ദേവി അടവുമായി. ഇതുവരെ നേരത്തെ ഈ സിംഹാരൂഢയായിരിക്കുന്ന ഭഗവതിയാണ് ഈ യുദ്ധമൊക്കെ ചെയ്തത്. അപ്പൊ ആ സമയത്ത് പാർവതിയുടെ ദേവിയിൽ നിന്നും മറ്റൊരു രൂപം കൂടി പുറത്തെടുത്തു. അതിന്റെ പേര് കാളിക. ഈ കാളികി മഹാദേവി വീണ്ടും ഈ അസുരന്മാരോട് ഏറ്റുമുട്ടി. ഏതാണ്ട് 18 അക്ഷൗണിപ്പട രാക്ഷസ രാജാവിന്റെ ചത്തൊടുങ്ങി ഈ 2 ദേവിമാരിൽ. ആ സമയത്ത് കാളികയിൽ നിന്ന് മറ്റൊരു നാവിപ്രദേശത്ത് നിന്ന് വേറെ രൂപം കൊണ്ടു അമ്മ വീണ്ടും ഒന്നുകൂടി ഭാവം മാറ്റി അതിൽ നിന്ന് ഭദ്രകാളിയുടെ ജനനമുണ്ടായി. ആ പ്രദേശത്ത് നിന്നിരിക്കുന്ന ഭദ്രകാളി ചണ്ടമുണ്ടന്മാരെ ഭക്ഷിച്ചു. ശാപങ്ങളും എരികെടുക്കുന്നില്ല, അതേമാതിരി എന്തായാലും കഴിച്ചു. അപ്പം ആ ദേവിക്ക് ചണ്ടമുണ്ടന്മാരെ വധിച്ചതുകൊണ്ട് ചണ്ഡിക
വിശേഷ അവതാരം 4ാമത്തെ ദിവസമായ ഇന്ന് നടക്കുകയും ചണ്ടമുണ്ട നിഗ്രഹം സാധിക്കുകയും ചെയ്തു. ഇനി 5ാമത്തെ ദിവസം നിശുംബൻ നേരിട്ട് യുദ്ധത്തിന് വരുന്നതാണ്. അത് നാളെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇത് ഈ പൂജയുടെ ഭാഗമായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. 4ാമത്തെ ദിവസം എന്ത് പൂജയാണ് നടക്കുന്നത്. ഇന്ന് നടന്നിരിക്കുന്ന ഏതാണ്ട് കാളിക, ചാണ്ടിക, മഹാദേവി, പാർവതി, ഈ 4 പൂജാ സംവിധാനങ്ങളാണ് ഇന്നത്തെ ദിവസം തർപ്പണ രീതിയിൽ ചെയ്തിട്ടുണ്ടാവും. ഇനി 5ാമത്തെ ദിവസം നാളെ ആ കടവുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്കൊരു വിഷയം തന്നിരിക്കുന്നു. എന്താ ക്ഷേത്ര സബ്ജക്ട് എന്തായിരുന്നു? ദേവീ ക്ഷേത്ര ആരാധന. ശരി, ഇതുവരെ നമ്മള് ഒരു ദേവിയുടെ നിർത്തി. ഇനി എന്താണ് ദേവി? ഇപ്പൊ നമ്മൾ അറിയപ്പെടുന്ന ദേവിമാരില് ലക്ഷ്മി, സരസ്വതി, ഭദ്രകാളി. ഇതില് ഭദ്രകാളിയെ നമ്മൾ മനസ്സിലാക്കുന്നത് ദാരിദ്ര്യ നിഗ്രഹത്തിന് വേണ്ടി ശ്രീ പരമേശ്വരന്റെ നേതൃത്വത്തിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ദേവിയാണ് അവരുടെ ഭദ്രകാളി. മഹാലക്ഷ്മി വിഷ്ണു ഭഗവാന്റെ മായ. സരസ്വതി ബ്രഹ്മാവിനെ സൃഷ്ടിക്കാൻ സഹായിക്കുന്നവർ. നിങ്ങൾ പലരും ധരിച്ചിരിക്കും സരസ്വതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഭാര്യയാണ്. ഇല്ലേ? അങ്ങനെ ധരിച്ചിരിക്കുക ഉണ്ടോ? ബ്രഹ്മാവിന്റെ ഭാര്യ സരസ്വതി എന്ന് പറയുന്നത് പല വിദ്വാൻമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ബ്രഹ്മാവിന്റെ ഭാര്യയല്ല സരസ്വതി. ബ്രഹ്മാവിന്റെ ഭാര്യ സൂര്യഭഗവാന്റെ മകളായ സാവിത്രി ദേവിയാണ്. ഇനിയെങ്കിലും തെറ്റ് തിരുത്തണം. സരസ്വതി ദേവി സൃഷ്ടികർമ്മത്തിൽ ബ്രഹ്മാവിനെ സഹായിക്കുന്ന ഒന്നുമാണ്. അതുകൊണ്ട് അന്ധവിശ്വാസത്തിൽ നേരത്തെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല പ്രഭാഷകന്മാരും പറഞ്ഞിട്ടുണ്ട് സരസ്വതി ബ്രഹ്മാവിന്റെ ഭാര്യയാണ്. തിരുത്തുക, ബ്രഹ്മാവിന്റെ ഭാര്യ സൂര്യഭഗവാൻ മകളായ സാവിത്രി ദേവിയാണ്. ഈ സാവിത്രി ദേവിക്ക് ഒരു വിദിതം പറ്റുന്നതിന് ഞാൻ സൂര്യന്റെ കഥ എപ്പോഴും പറഞ്ഞിരുന്നുണ്ട്. അപ്പം ബ്രഹ്മാവിനെ സഹായിക്കാൻ വേണ്ടി സരസ്വതി ദേവി. അതുകൊണ്ടാണ് എപ്പോഴും ബ്രഹ്മാവിന്റെ അടുത്ത് ദേവിയെ ഇരിക്കുന്നത്. എന്താ കാരണം? ബ്രഹ്മാവ് നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളെ വർഷവും കാരണ്ടാക്കുമാരൊക്കെ ഉണ്ടാക്കി വെച്ചു. ചട്ടി ഉണ്ടാക്കും, മണ്ണത്തുണ്ടാക്കും, കുഞ്ഞാണുണ്ടാക്കും, അക്കൂടത്തിൽ പത്തിരിച്ചട്ടി ഉണ്ടാക്കും, അക്കൂടത്തിൽ കുട്ടിയൊക്കെ ഉണ്ടാക്കും. ഇത് കൊശവന്റെ പണി. അതിനെ ബ്രഹ്മാവിന്റെ സൃഷ്ടിക്കുക. കണ്ണും മൂക്കും നോക്കാതെ സൃഷ്ടിച്ചു വിടുക. അപ്പൊ ഇങ്ങനെ സൃഷ്ടിച്ചു വിടുന്നതിനാണ് നേരത്തെ പറഞ്ഞ അബദ്ധങ്ങളൊക്കെ വരുന്നത്. രാക്ഷസൻ, ദാനവൻ, മാനവൻ, ദേവൻ. അപ്പൊ ഇതിനൊക്കെ അർത്ഥം എന്താ? രാക്ഷസൻ രക്ഷോസിയെ ക്രിയ ചെയ്യുന്നവൻ, അതായത് മദ്യം മാംസമൊക്കെ കഴിച്ച് നീചനായി ചണ്ടാമനായി എന്നാൽ നമ്മൾ കൂടി വേഷം കെട്ടി നടക്കുന്നൊക്കെ രാക്ഷസനാണ്. നമ്മളുടെ കൊണ്ട് രാക്ഷസന്മാർ. നമ്മൾ ഈ പലരും രാക്ഷസന്മാരാണ്. അതിന് രണ്ട് കൊമ്പൊന്നുണ്ടാകും. അങ്ങനെയുള്ള അത് സൃഷ്ടിച്ചത് ഈ ബ്രഹ്മാവ് തന്നെയാണ്. തപോനിരതന്മാരായിരിക്കുന്ന മഹാപണ്ഡിതന്മാരെ സൃഷ്ടിച്ചു ഈ ബ്രഹ്മാവ് തന്നെയാണ്. ബ്രാഹ്മണനെ സൃഷ്ടിച്ചു, വൈശ്യനെ സൃഷ്ടിച്ചു, ക്ഷത്രിയനെ, ശുദ്ധനൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചതാണ്. അദ്ദേഹത്തിന്റെ സൃഷ്ടിയിൽ നിന്ന് വന്നതാണ് ഇവരെല്ലാം. അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മാവിനെ വേണ്ടത് വേണ്ട സമയത്ത് ഉപദേശിച്ചു കൊടുക്കാൻ ഇവിടെ ഒരാളുകളാണ്. അതുകൊണ്ടാണ് സരസ്വതി ദേവി. സരസ്വതി, സാരസ്വാദം സ്വീകരിച്ചവർ, അതായത് ഓർമ്മശക്തിയുള്ളവർ, ബുദ്ധിയുള്ളവർ, ശക്തിയുള്ളവർ. വന്ദേ സരസ്വതി ത്രിശൂലശക്തിധാരിണി സീതാംബേ ശുഭേ സമസ്തിതേ സുവർണ സുവർണപത്മഭൂഷിതേ നമസ്തേ മഹേശ്വരി. അപ്പൊ സരസ്വതി എങ്ങനെയാണ് നമ്മളെ ദേവീക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത്? എങ്ങനെയാണ് ആ പ്രതിഷ്ഠ നടത്തുക? സരസ്വതി എങ്ങനെയാണ് പ്രതിഷ്ഠിക്കുക? സരസ്വതി എങ്ങനെയാണ് പൂജിക്കുക? സരസ്വതി ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്ര ആൾക്കറിയാം? അറിഞ്ഞ കഴിവുണ്ട്. എനിക്ക് കണ്ണുണ്ടല്ലോ, കഴിവൊന്നും കാണാം, അറിയുന്നതാണ്. അപ്പം സരസ്വതിയുടെ
ഇവിടെ ഞാൻ സരസ്വതിയെ വെച്ചിരിക്കുന്ന നിങ്ങൾ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ വെളുത്ത വസ്ത്രം ധരിച്ച് നല്ല കസവിന്റെ സാരി കൊടുത്ത് നെക്ലസ് കെട്ടി അന്നവരി വളങ്ങളൊക്കെ ഇട്ട് കാവിൽ ലോലാക്കൊക്കെ ഇട്ട് മുടി ഭംഗിയായിട്ട് കെട്ടിവെച്ച് അതില് വളരെ നല്ല മുല്ലപ്പൂവൊക്കെ ചാർത്തി കയ്യിൽ ഒരു വേണിയായിട്ടിരിക്കുന്ന ആ ദേവിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ആ ദേവിയുടെ എത്തിയിട്ട് അമ്മയുടെ എത്തുന്നത് നമ്മുടെ ഭക്തന്മാരാണ്, അറിയാത്തവരാണ്. എങ്ങനെയാണ് ആ ദേവിയെ ദർശിക്കുക? ഹിന്ദു ക്ഷേത്രത്തിലെത്തിയത് സരസ്വതി മണ്ഡപവും മോകാംബികയും മാത്രമേ ഉള്ളൂ. അതും മണ്ഡപമാണ്, നമ്മുടെ ഫോട്ടോ മാത്രമേ വെച്ചിട്ടുള്ളൂ. അവർ ദിവ്യരൂപം ഉണ്ടാക്കി വെക്കാൻ ഇന്ന് വരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ സഞ്ചരിച്ച ഭാരതത്തിൽ ഒരു സ്ഥലത്ത് പ്രത്യേകമായി ഉത്തരേന്ത്യയിൽ 1-2 സ്ഥലത്തൊഴിച്ച് സരസ്വതി പ്രതിഷ്ഠയില്ല. ബ്രഹ്മാവിന്റെ തന്നെ വേണ്ടതെന്തോ അത് ചെയ്യാത്തവരാണ് നമ്മളൊന്ന് അതൊന്ന് മനസ്സിലാവും. ആരെ പൂജിക്കപ്പെടുന്നു അവരെ പൂജിക്കാതെ പോകുന്ന കാർത്തികന്മാരാണ് നമ്മളുണ്ടാവുക. ശരി, ഇവിടെ ഒന്ന് കുളിച്ചു ചെയ്യുന്നതിലേക്ക് നിങ്ങൾ കുളി കഴിഞ്ഞ് ഇനിയിപ്പോ കുളിക്കാൻ എങ്ങനെയാ കുളിക്കുക? അതിപ്പോ തന്നെ ബാത്റൂം പോയാൽ കൊണ്ടുപോയിട്ടുണ്ടായ കുളി എടുക്കുക. അങ്ങനെയല്ല കുളി. ഒരു ഹിന്ദു കുളിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒഴുകുന്ന വെള്ളം ലഭിച്ചു സങ്കല്പാണ്. 2 മുണ്ട് വേണം. ഉടുക്കാനൊരു മുണ്ട്, തോർത്താനൊരു മുണ്ട്. ഒരു കൗമിക പുരുഷനാണ്, സ്ത്രീകളാണെങ്കിൽ അവരുടെ അടിവസ്ത്രങ്ങളൊക്കെ വേണം. വെള്ളത്തിൽ കുളിക്കുന്നതിന് മുമ്പ് ആ വെള്ളം തീർത്ഥമായാണ്. അതിനാദ്യം താഴ്ന്നു മുങ്ങണം. ആണായാലും ശരി പെണ്ണായാലും ശരി മുങ്ങി. എന്നിട്ട് വെള്ളം കയ്യിലെടുത്തിട്ട് ആ കയ്യിലെടുത്ത് സൂര്യനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ചരണം ഗംഗേ യമുന സിന്ധു ഗോദാവരി നർമ്മദേ സരസ്വതി ജലാസ്മിൻ സന്നിധി. അത് വെള്ളത്തിൽ ഇട്ടു. ആ വെള്ളം അടിയിൽ നിന്ന് 3 പ്രാവശ്യം ഇറക്കണം കയ്യോട്. ഇതിന് തുടിക്കാന്നാണ്. അടിയിൽ നിന്ന് മേലോട്ടാണ് 3 പ്രാവശ്യം. അത് ഗംഗാജലായി നമ്മൾ സങ്കല്പിച്ചു. അതിൽ 3 പ്രാവശ്യം മുങ്ങുന്നു. മുങ്ങി സോപ്പപ്പെട്ടേക്ക് വിരോധമൊന്നുമില്ല. വീണ്ടും ഒരു 3 പ്രാവശ്യം മുങ്ങി. നമ്മൾ ആദ്യം തോർത്തുന്നത് ഉടുത്തിരിക്കുന്ന വസ്ത്രം കൊണ്ട് തോർത്താൻ പാടില്ല. ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ചെയ്യുന്നതില്ല. ഉടുത്ത വസ്ത്രം നേരത്തെ വേണം. എന്നിട്ട് 2ാം മുതൽ കല്ല് നനച്ചിട്ടിട്ടുണ്ടോ? ഇതൊക്കെ ബ്രാഹ്മണർക്ക് അറിയുള്ളൂ. അവരെ ഇത് ശീലിച്ചിട്ടുള്ളൂ. അപ്പൊ അവരെ മുണ്ടെടുത്ത് പുറം തുടർത്തി അത് വെള്ളത്തിലിടും. വീണ്ടും അത് പിഴിഞ്ഞ് മുറുക്കി ബാക്കി കയ്യോ കാലോ മുഖമോ ഒക്കെ തുടക്കുന്നത് പുറം തുടച്ച് കഴുകി കുളിക്കാൻ ശേഷം. ഇങ്ങനെ എത്ര പേര് ചെയ്യാറുണ്ട്? കുളിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ കുളിക്കാറുണ്ട്. പലതരം പോൺസ് സോപ്പൊക്കെ ഉപയോഗിച്ച് കുളിക്കാറുണ്ട്. നിങ്ങളത് ശുദ്ധിയാക്കാൻ, ശരീരത്തിലെ ഗന്ധം പോകാൻ. അതിനല്ല ദേവസ്ഥാനം സ്നാനം ചെയ്ത് കുളിച്ചു. ഇനി വന്നു കുളക്കട വൃത്തിയുള്ള ബ്രാഹ്മണങ്ങളിൽ കുളം ഉണ്ടാവും. കുളത്തിനകത്ത് കുളക്കടം ഉണ്ടാവും. അതിൽ 4 കുളം ഉണ്ടാവും. ഒന്ന് കുറ്റിമണ്ണുണ്ടാവും, ഭസ്മം ഉണ്ടാവും, ചന്ദനം ഉണ്ടാവും, കുങ്കുമം. അപ്പൊ അത് ഏതാ വെള്ളയിച്ച് ആദ്യം ഭസ്മം എടുത്തു. ഭസ്മം ഈ കൈയിലാക്കി തുടച്ചു. എന്നിട്ട് ആദ്യത്തെ വരല് ഓം നമഃശിവായ ഭസ്മാകരണം 12 വരെ. അത് പണ്ടൊക്കെ കൊടുത്തിരുന്ന് എല്ലാവരും കൊടുത്തൊരു കാര്യമില്ല. പിന്നീട് ഒരു 3 വര ഞാൻ നമഃശിവായ ശിവായ മതി. കൂടുതൽ മന്ത്രമൊന്നും പഠിക്കണ്ട. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ 3 വര, 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 3 വര. അതെടുത്ത് ഇങ്ങനെ കൊണ്ട് കൊണ്ടുവന്നു. പിന്നെ കൈ കഴുകാൻ ചന്ദനം തൊടുക. അതിനുശേഷം ചന്ദനത്തിന് നടുക്കായിട്ട് ഒരു ചെറിയ മൊട്ട് കൂടുക. ഈ സമ്പ്രദായത്തിന് ഭൂരിവര സമ്പ്രദായം, എന്താ പറയാ, ഭൂരിവര സമ്പ്രദായം സനാതന ധർമ്മത്തിലെ ഒരു സമ്പ്രദായമാണ്. ദശനാമിൽ പെടുന്നൊരു സമ്പ്രദായം. ശരി, ഇനി പൂണൂരൊക്കെ ഉള്ളതാണെങ്കിൽ ആ പൂണൂരിനെ ഗായത്രി കൊണ്ട് ജപിക്കുക. ഓം ഭർഗോ സ്വതസ്വരണ്യം ഭർഗോ ദേവസ്വതി നീയോയോധയാത് എന്ന് പറഞ്ഞിട്ട് വീട്ടിട്ട് പ്രാവശ്യം ജപിക്കാം. സൂര്യനെ നോക്കി നമസ്കരിക്കാം. ശരി, കുളി കഴിഞ്ഞു. ഇപ്പൊ കുളിച്ചിട്ടുള്ളൂ. കുളിയും ഭക്ഷണം കഴിച്ചു നേരെ കൊണ്ടുവന്നു.
ഈ അമ്മയുടെ മുമ്പിൽ വന്ന് നമസ്കരിച്ചു. എങ്ങനെയാ പുരുഷന്മാർ നമസ്കരിക്കാൻ പറഞ്ഞത്? അഷ്ടാംഗ നമസ്കാരം. 8 അംഗങ്ങളും തൊട്ടുകൊണ്ട് നമസ്കരിക്കും. അഷ്ടാംഗ നമസ്കാരം ചെയ്ത ശേഷം അത് സാഷ്ടാംഗമായിരിക്കണം. വീണ്ടും പുരുഷന്മാർക്ക് വീണ്ടും നോക്കിട്ട് സ്ത്രീകൾക്ക് പാദ നമസ്കാരം. പാദ നമസ്കാരം മുട്ട് മറക്കില്ല. കാരണം സ്ത്രീകളുടെ സ്ഥലം ഭൂമിയിൽ തൊടാൻ പാടില്ല. ഇത് നിയമമാണ്. പുരുഷന്മാർ അവരുടെ ശരീരത്തിന് 8 പ്രാവശ്യം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കണം. നമസ്കരിച്ച ശേഷം ആ നിൽക്കുന്ന സ്ഥലത്തൊന്നും ചുറ്റിയിട്ട് വീണ്ടും അമ്പലത്തിന്റെ അടുത്തേക്ക് ചെല്ലുക. ദേവിയെ കണ്ടു, നേരത്തെ പറഞ്ഞവരെ കണ്ടു. വളരെ വീണം നിൽക്കുന്ന സരസ്വതി ദേവി, ചിരിക്കുന്ന, ഒരിക്കലും മുഖം കറുപ്പിക്കാത്ത ക്ഷമയുടെ പര്യായമായിരിക്കുന്ന ആ സാത്വിക സ്വരൂപിണിയായ അമ്മയാണ്. ഇപ്പൊ നമ്മൾ ദർശനം കഴിഞ്ഞു. ആ ദർശനം കഴിഞ്ഞ് അമ്പലം ചുറ്റുന്നത് 3 വട്ടം. 3 വട്ടം ചുറ്റിയ ശേഷം ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് വരും. അവിടെയാണ് പ്രസാദം കൊടുക്കുക. നേരെ നടന്നു കൊടുക്കില്ല. ദേവി ക്ഷേത്രത്തിൽ വടക്ക് ഭാഗത്ത് വന്ന് അവിടെ ഇതിനെ മഞ്ഞപ്രസാദത്തില്ല, മഞ്ഞപ്പൊടി കൊണ്ട് ചാലിച്ച് ഒരു പ്രസാദം. അത് വേണമെങ്കിൽ ഒരു തൊഴാമെങ്കിൽ അയച്ചാൽ കഴിഞ്ഞു വന്നതാണ്. ഇന്നനുസരിച്ച് പൂ പ്രസാദം വാങ്ങി പൂ കെട്ടി ഇവിടുത്തെ പുഷ്പം അധികം ഉണ്ടാവും. ശംഖുപുഷ്പം ഉണ്ടാവും, ഇവിടുത്തെ പുഷ്പം ഉണ്ടാവുക. അത് അടുത്ത മുടിയിൽ വെച്ചു. തുളസിയുടെ ഏതായാലും പുഷ്പത്തിന് കൂടിക്കണം. തുളസിയില്ലാത്തൊരു പരിപാടി ഹിന്ദുവിനൊരു കഥ ഒക്കെ പോലെ കടല വേവിച്ചാൽ പോലും അതിന് വിഷം നോക്കാൻ തുളസിയിലെത്തണം. അപ്പൊ ആ ദേവിയുടെ ദർശനം കഴിഞ്ഞ് പ്രസാദം വാങ്ങി പിന്നീട് അവിടെ ഇരുന്ന് നമുക്ക് പാട്ടുപാടോ ഭക്തി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗാനത്തിന്റെ ആലാപനം എല്ലാം ആവുന്നതാണ് അഭ്യസിക്കുന്നത്, നൃത്തം ചെയ്യുന്നത്, ഡാൻസ് പഠിക്കുന്നത്, അവതരിപ്പിക്കുന്നത്, അരങ്ങേറ്റം നടത്തുന്നതും ഈ പറഞ്ഞ ദേവിയുടെ മുമ്പിലാണ്. അതുകൊണ്ട് ഈ ദേവിയെ വിദ്യയുടെ ദേവിയായിട്ട് കാണുന്നു. ദശമി ദിവസമാണ് ഈ ദേവിയുടെ പ്രധാന പൂജ. സാധാരണ അഷ്ടമി, നവമി, ചതുർദശി ഈ നാളുകളിൽ ദേവി പൂജ നടത്താറുണ്ട്. വീടുകളിൽ പാരായണം ചെയ്യാറുണ്ട്, ചാണ്ടിക പാരായണം. ശരി, ഇപ്പൊ സരസ്വതി കഴിഞ്ഞു. ഇനി ലക്ഷ്മി ഭഗവതി. ആരാണ് ഈ ലക്ഷ്മി ഭഗവതി? വിഷ്ണു ഭഗവാന്റെ വാമഭാഗം അലങ്കരിക്കുന്ന ദേവിയാണ് ഭഗവതി. ഇവള് സർവ ചരാചരങ്ങൾക്കും ഐശ്വര്യം കൊടുക്കുന്നവളും ധനം കൊടുക്കുന്നവളും ധനത്തെ പ്രാപിക്കാൻ വേണ്ട പൂത്രങ്ങൾ അറിയുന്നവളും തന്നെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് ധനം വാരി കൊടുക്കുന്നവളും വിഷ്ണു ഭഗവാന്റെ വാമഭാഗം അലങ്കരിക്കുന്ന ഈ ദേവി ലക്ഷ്മി സ്വരൂപത്തിലാണുള്ളത്. ഇതിന് പ്രയോഗിക്കുന്ന ഭാഗം ലക്ഷ്മി അഷ്ടകം 1, 2. ആ ദേവിയെ ആ ദേവിയെ ഞാനിവിടെ പ്രവേശിക്കുകയാണ്. ആ ദേവിക്ക് 4 കൈകളുണ്ട്. ആ ദേവിയുടെ ഒരു കയ്യിൽ ധനം വരുന്നത് ചിത്രത്തിൽ കണ്ടു കാണും. മറ്റൊന്നിൽ അഭയഹസ്താണ്, മറ്റൊന്നിൽ വിഷ്ണുഭവൻ കൊടുത്തിരിക്കുന്നവര് ചെറിയ ശാന്തിയായിട്ടുണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കയ്യില് വര അഭയപ്പെട്ടു. ശരി, അവിടെ ഇരിക്കുന്ന ദേവി കുടിയൊക്കെ നേരത്തെ പഠനവർത്തനം ചെയ്യുന്നു. ഇവിടെ ഈ ദേവിക്ക് ആവശ്യം തുളസി, തെച്ചി പുഷ്പങ്ങളെ കൊണ്ട് ആരാധനയാണ്. ലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ടും കീർത്തനം ചെയ്തുകൊണ്ടും അതിന് പ്രധാനമായി ലക്ഷ്മി പൂജ ചെയ്യുന്ന ആള് ജ്ഞാനമന്ത്രം, മൂലമന്ത്രം, മാലാമന്ത്രം. ഈ 3 മന്ത്രങ്ങളും ഗുരുമുഖത്ത് നിന്ന് പഠിച്ചിരിക്കണം. ശംഖുദാനം അറിയാത്തവർക്ക് ലക്ഷ്മി പൂജ ചെയ്യാൻ പാടില്ല. പിന്നെ ഏത് പൂജയുടെയും മുമ്പായിട്ട് ശംഖ് ഊതി തെളിയിച്ചു കൊടുക്കണം. ശംഖുദാനത്തവന് പൂജാരിയല്ല, പൂജ ചെയ്യാൻ അർഹുന്നത്. ബാന്ധവർക്ക് താല്പര്യം മലയാളികളുടെ അതുപോലെ തന്നെ ശംഖുദാനം ആദ്യം പഠിക്കണം. ആരാണ് ദേവിദാസൻ, ആർക്കാണ് ദേവി ഭക്തിയുള്ളത്, അവൻ ശംഖുദാനമാവും. ആ ശംഖിൽ നിന്ന് പല ധ്വനികളാണ് ഉണ്ടാവുക. ബ്രാഹ്മണ ഒരു ശബ്ദം, ബ്രാഹ്മണി എന്നുള്ള ശബ്ദം ബ്രാഹ്മണി എന്നുള്ള ദേവിക്ക് വേണ്ടിയുള്ളതാണ്. പിന്നീട് വിഷ്ണുവിന്റെ ശബ്ദം. ഓരോ ശംഖിനെയും പരീക്ഷിക്കുന്ന മഹാഭാരത യുദ്ധത്തിലാണ്. ഭീമന്റെ പ്രബോധനം എന്ന ശബ്ദം, ആ പ്രബോധന ശബ്ദം തന്നെ വന്നത്. ഇങ്ങനെ ഓരോന്നും ശംഖിൽ നിന്നുന്ന ഈ ശംഖ് വിളിച്ചുകൊണ്ടാണ് ആരാധിക്കുക ലക്ഷ്മി ദേവിയെ തുടങ്ങും. ധൂപദേവിക്ക് പുഷ്പം നിവേദ്യം സമർപ്പയാണ്. ദേവിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പം നേരത്തെ പറഞ്ഞു നിവേദ്യം പ്രമദം.
നല്ല കടും പായസം. കടും പായസത്തില് നമ്മളോടുണ്ടാക്കുന്ന പായസത്തിന് കുറച്ച് തേൻ, നെയ്യും ഒക്കെ ചേർക്കുന്നതാണ്. പിന്നെ പിണ്ടിപ്പായസം, ഇടിച്ചു പിന്നെ പിണ്ടിപ്പായസം കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത്. കഴിക്കാത്ത വീട്ടിലൊക്കെ പിണ്ടിപ്പായസം കഴിക്കാത്തത് നമുക്ക് ഒരു ദിവസം കഴിക്കില്ല, കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു ദിവസം നിനക്കിട്ട് ഒരു ദിവസം സമർപ്പിക്കാൻ പിണ്ടിപ്പായസം. അപ്പം ഇങ്ങനെയുള്ള നിവേദ്യങ്ങളെ കൊണ്ട് ലക്ഷ്മി ദേവി നമ്മൾ ചെയ്യുന്നു. മൂന്നാമത്തത് സകലത്തിന്റെയും ഐശ്വര്യമായിരിക്കുന്ന മഹാദേവി ശിവന്റെ വാമഭാഗം അലങ്കരിക്കുന്ന ഭഗവതി. ഇതിന് പല പേരില്ല. പാർവതി എന്ന് പറയുന്നത്, പിന്നെ അത് കഴിഞ്ഞ് ശൈലജ എന്ന് പറയുന്നത്, അനവധി നാമങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന ഈ ഭഗവതിയെ തന്നെയാണ്, ശങ്കരന്റെ ഭാര്യയെ തന്നെയാണ് എല്ലാ കഥാപാത്രങ്ങളിലും വിശേഷ വിജയായിട്ട് വെച്ചിരിക്കുന്നത്. ആ വിശേഷ ദേവിയാണ്. ആദ്യം നമുക്ക് നിങ്ങൾ കൊടുങ്ങല്ലൂർ അമ്മയാണെന്ന് കരുതരുത്, അത് മാത്രം ഇതിൽ പെടുന്നില്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഗൗരി, ഹിമോപുത്രി, സതി, ഈ രൂപങ്ങളൊക്കെ ചേരുമെങ്കിൽ നേരത്തെ പറഞ്ഞ കൊടുങ്ങല്ലൂർ അമ്മ ശിവന്റെ മകളാണ്. നേരത്തെ നിങ്ങളോട് അപരാധം പറഞ്ഞ് പറ്റിയിട്ട് സരസ്വതി ദേവി ബ്രഹ്മാവിന്റെ ഭാര്യയാണ്. പിന്നെ രണ്ടാമത്തെ അപരാധം പറഞ്ഞു നിൽക്കുന്നതാണ് ശിവൻ, ഭദ്രകാളി ശിവന്റെ ഭാര്യ, ശിവന്റെ മകളാണ്. ധാരികൻ എന്ന അസുരനെ കൊല്ലാൻ വേണ്ടി ക്രോധാത്തിൽ നിന്ന് ജനിപ്പിച്ചവർ. അത് സതീശങ്കരത്തിൽ പ്രത്യേകം എടുത്ത് കാണിക്കുന്നു. അതുകൊണ്ടാണ് പല കൊള്ളും നമ്മൾ ആൾക്കാരെ പലരും ധരിപ്പിച്ചിരുന്ന് അത് മാറ്റണം. അപ്പം ഭദ്രകാളി ഈ അമ്പലത്തിൽ കൂടിവെച്ച ഭദ്രകാളി ശിവക്രോധത്തിൽ നിന്നുണ്ടായിരുന്ന ഭദ്രകാളിയാണ്. അത് ധാരിക നിഗ്രഹത്തിലാണ്, അത് അസുരനെ നിഗ്രഹിച്ചാൽ മതി മാത്രം, അല്ലാതെ ശിവന്റെ ഭാര്യയല്ല, മകളാണ്. ശരി, ഇനി ആ ഭദ്രകാളിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അതോടുകൂടി അനവധി ഘടകങ്ങൾ ആ ഭദ്രകാളിയെ സംബന്ധിച്ച് പറയുന്നത്, ഈ ദേവിയെ പറ്റി പാർവതിയെ പറ്റി പറയുന്നത്. ഒരിക്കലും നിങ്ങൾ കണ്ടു കാണും, ഭഗവാൻ ശങ്കരൻ കഠിന തപസ് ചെയ്ത് അനുഗ്രഹം വാങ്ങിച്ച് ഹിമാവാന്റെ മകളെ ഭാര്യയാക്കാൻ. അപ്പം വളരെ പ്രേമി ഭഗവതിപ്പെടുത്തുന്നത് തന്നെയായിരുന്നു അന്ന് ദേവി ചെയ്തിരുന്നത്, ശിവനെ പ്രാപിക്കാനായിട്ട്. അതിന് മുമ്പത്തെ കഥ സതി നിങ്ങൾക്ക് അറിയുന്നതാണ്, പറയേണ്ട ആവശ്യമില്ല. അറിയില്ലേ പറഞ്ഞില്ല, സതി ത്യാഗം അറിയില്ലാതെ ഒന്നുകൂടെ പറഞ്ഞു. അറിയില്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അറിയില്ലേ, എന്താ പറയാത്തത്? ദക്ഷയാഗാണെന്ന്. ആ ദക്ഷയാഗം അതിനകത്ത് സതിയുടെ യോഗത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല. പറയണോ? പറയണം. അല്ല, അങ്ങനെ ധാരണമാണ്. ഇത് ഇവിടെ പാർവതി സാക്ഷാൽ ശിവന്റെ ഭാര്യയാണ്, സതി ദേവി ശിവന്റെ ഭാര്യയാണ്. അത് ഓരോരോ യുഗാന്തരങ്ങളിലും മന്വന്തരങ്ങളിലും കൂടി കടന്നു വന്നതാണ്. ഇനി ഇവിടെ സതിയുടെ ഉത്ഭവം വേണമെങ്കിൽ സതി ഉദ്ഭവിക്കുന്നത് ഹിമവാന്റെ മകളായിട്ടല്ല, ദക്ഷന്റെ മകളാണ്. ദക്ഷ പ്രജാപതി ബ്രഹ്മാവിന്റെ മക്കളിൽ ഒരാളാണ്. ബ്രഹ്മാവിന്റെ മക്കളിൽ ഒരാളായ ദക്ഷൻ കാശി, അംഗം, വംഗം, തൊറീസ തുടങ്ങിയ സ്ഥലങ്ങളും മുഴുവൻ മധ്യമ ഭാരതവും ഉജ്ജയിനി മുതലുള്ള സ്ഥലങ്ങളും അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലായിരുന്നു. ആരുടെ? ദക്ഷ പ്രജാപതി. ഇപ്പൊ ദക്ഷ പ്രജാപതിക്ക് ബ്രഹ്മാവിന്റെ മകനാണ് താൻ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അങ്ങനെ തന്റെ മകളെ വീര്യവൈരിത്യം കൊണ്ട് വിവാഹം കഴിച്ച് കൊടുത്തെങ്കിലും ദക്ഷൻ ഒരിക്കലും ശിവനുമായിട്ട് യോജിച്ചു പോകാൻ പറ്റിയിരുന്നില്ല. കാരണം ഇവൻ ചുടല ഭസ്മധാരിയാണ്, കഴുത്തിൽ കെട്ടിയിരിക്കുന്ന പാമ്പും ഒക്കെയാണ്. പിന്നെ സഹവാസികളായിട്ട് തേളും ഒക്കെയാണ്. തേള്, അരണ, പല്ലി, ഗൗളി, ഈ മരത്തവരൊക്കെയാണ് ഈ ചങ്ങാതിയുടെ കൂട്ടുകൾ. പിന്നെ കണ്ടാലറയ്ക്കുന്നൊരു വേഷം, ജട കഴിയിട്ട് യുഗങ്ങളായിട്ടുണ്ട്. ഇനി ആ ചങ്ങാതി എടുത്തുകൂടി പോയുള്ള വാസന എന്താ? ഒരാഴ്ച മുടി കഴിക്കാതിരുന്നാൽ
നമ്മളെ സാങ്കേതിക കേട്ടിട്ടുണ്ട് അവിടെ മണക്കുന്നത് നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റും. അങ്ങനെ അത് മരിച്ചത് ഞാൻ താടി എന്തെങ്കിലും കഴിക്കാനുള്ള താടി കൂടി പോയി അത് തന്നെ കിരാതം തന്നെയാണ് ശിവന്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദാമോദാവിന് അരുമകന് കിട്ടിയത് ദക്ഷപ്രജാപതിക്ക് വളരെ ദുഃഖമുണ്ടായിരുന്നു. തന്റെ 26 മക്കളെയും വളരെ കേമന്മാരായിരുന്ന ആൾക്കാരാണ് കല്യാണം കഴിച്ചത്. ചന്ദ്രനാണ് കൂടുതൽ പെണ്ണിനെ കല്യാണം കഴിച്ചത്. അപ്പൊ ചന്ദ്രന്റെ മകൻ 27 നക്ഷത്രങ്ങളാണ് വാസ്തവത്തിൽ ഈ കന്യകമാർ. അശ്വതി ഭരണി രോഹൻ എന്ന ദേവിമാര് അതിലൊക്കെ ഒന്ന് തന്നെയാണ് സതിയും. പക്ഷെ ഈ സതിക്ക് വിധി കൊണ്ട് ഇങ്ങനെ ഒരു കാട്ടാളനെയായി ഭർത്താവായി ഏതെങ്കിലും തരത്തില് ഇവനൊന്ന് അവഹേളിക്കണം, രാജാക്കന്മാരുടെ മുമ്പിൽ ദേവന്മാരുടെ മുമ്പിലൊക്കെ പരിഹസിക്കണം എന്ന് ദക്ഷന്റെ മനസ്സിലുണ്ടായി. കുറെ കാലം കൊണ്ട് ഉണ്ടായ ഒരു ആഗ്രഹമാണ്. ഇങ്ങനെ ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി തന്റെ കൊലഗുരുവിനൊക്കെ വിളിച്ചു വരുത്തി അന്വേഷിച്ചു. ഒരു യാഗം നടത്തണം, ആയിക്കോട്ടെ കേമ നടത്താം. ബ്രഹ്മാവും അച്ഛനാണ്, വിഷ്ണുവും അവരുടെ ഭാര്യമാരും ശിവൻ മാത്രമില്ലാത്ത ഒരു യാഗം അരങ്ങേറാണ്. സന്യാസിമാരും ഋഷീശ്വരന്മാരും ഒക്കെ ഈ യാഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ശിവനില്ല. അങ്ങനെ സതി ഈ വിവരം ആരോ മുഖാന്തരം നാരദനാണ് അവിടെ പോയി പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ചെന്ന് നാരായണ 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 എന്താ വിശേഷം നാരദരെല്ലാം പറഞ്ഞു. കേട്ടില്ലേ, അച്ഛൻ മഹായാഗം നടത്താൻ പോവാണ്. അനിയത്തിമാരൊക്കെ 4-5 ദിവസമായി ഒന്ന് കൂടിയിട്ട് അവരൊക്കെ ഭർത്താക്കന്മാരുണ്ട്. എന്താ ഒരു കാണ്ടതല്ലേ, ആ പലതും പറഞ്ഞിട്ട് മുമ്പിൽ ഞങ്ങൾ ശരിക്ക് വർണ്ണിച്ചു. നാരദൻ പറഞ്ഞപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്നെ വിളിച്ചില്ലല്ലോ. അച്ഛൻ വിളിക്കാതിരിക്കോ? പാർവതി അച്ഛൻ വിളിക്കാതെ പക്ഷേ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് ഏതൊരു കാര്യമില്ല, ഭഗവാൻ സമ്മതം വാങ്ങിയിട്ട് നമ്മൾ പുറത്തോട്ടോട് പോകുന്നു. ഏതായാലും ശിവൻ എന്തോ ഒരു കാര്യമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നന്ദികേശി അടുത്തുണ്ട്. ഒന്നും എന്താ ഭവാനി വന്നത്? ഈ ഒരിക്കലും ചെറിയ സങ്കടം പറയുന്നത്. എന്താ സങ്കടം? അച്ഛന്റെ ഒരു യാഗം ഉണ്ടെന്ന് കേട്ടു, അങ്ങനെ ക്ഷണിച്ചോ? ചെല്ലോ, ക്ഷണിച്ചിട്ടില്ല. അത് മറന്നുമില്ല, അതെനിക്കറിയില്ല. മറന്നുമില്ല എന്നുള്ളത്. ഈ ദക്ഷിണ മൂത്തമ്മകളാണ് ഞാൻ കല്യാണം കഴിച്ചത്. ആദ്യം എന്നെ അറിയിക്കല്ലോ. ഞാൻ അതിന്റെ ബാക്കിയുള്ള 26 ദാമാക്കൾക്കൊന്നും അറിയാൻ തുടങ്ങി. പക്ഷെ വാസ്തവത്തിൽ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും ഞാനൊന്ന് പൊയ്ക്കോട്ടെ. ശിവൻ കുറച്ചേരൊന്നും പറഞ്ഞില്ല. അല്ല വീണ്ടും ഞാനൊന്ന് ഭാര്യമാരില്ലേ, അവരെ വീട്ടിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ വളരെ ദേവി ഒരു സാധാരണ മനുഷ്യസ്ത്രീയുടെ രൂപത്തിൽ തന്നെ പറഞ്ഞു. ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരും. അങ്ങേക്ക് ഇഷ്ടത്തിൽ പറഞ്ഞു വെച്ചാൽ മതി. അങ്ങേക്ക് വിരോധമായിട്ട് ഞാനൊന്നും ചെയ്യില്ല, അതെനിക്കറിയാം. പക്ഷെ ഒരു കാര്യമില്ല, ഫോണെനിക്ക് വിരോധമില്ല. അച്ഛൻ്റെ വളരെ ഭരണപ്പെട്ടിട്ടുള്ള ഈ യാഗം കാണുന്നതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. അതുമില്ല, എന്റെ എല്ലാ സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് ഒത്തുകൊടുത്ത സമയമില്ല. തീർച്ചയായിട്ടും മോഹൻ ഉണ്ടാവും. എനിക്കാണെന്ന് നിന്നിട്ടില്ല. അങ്ങനെ ഭഗവാൻ ഒന്ന് പിരിഞ്ഞു നോക്കി പോകും. എന്നാൽ ഞാൻ പോട്ടെ, പെട്രോള് വളരെ സന്തോഷം. പക്ഷെ ഒരു കാര്യം, അപമാനിക്കായിട്ട് കൂടെ തിരിച്ചു പോയി. അത് ഞാൻ അറിയില്ല. ശരി, അങ്ങനെ ദേവി കുറച്ച് സഖിമാരെ പോകും. ഏതായാലും പോകുമ്പോൾ ഒരു ദേവി ഒറ്റയ്ക്ക് യാത്ര ചെയ്യില്ല. സതീദേവിയുടെ കൂടെ 5-6 തൊഴിൽമാരെ കൂട്ടി പുറപ്പെട്ടു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയാണ് ആദ്യം കാണുന്നത്. മറ്റുള്ള മക്കളോടൊക്കെ പാടും, അവിടെ വരുന്നത് ആ കാട്ടാളന്റെ കാര്യം. നിങ്ങളെയൊന്നും ദൃഷ്ടി അവിടെ നിന്ന് അയക്കുവരുത്, അവിടെയൊന്നും ആരും ഉണ്ടെന്ന് കിട്ടോ. അമ്മ വേഗം തരവെടുത്തോട്ട് പോയി. ബാക്കി കണ്ട പല അധ്യക്ഷന്മാരും അവരുടെ ഭർത്താക്കന്മാരുടെ പൊങ്ങച്ചും രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ വളച്ചും പൊടിച്ചും പെരുപ്പിച്ചും അങ്ങനെ പറഞ്ഞായിരുന്നു. പാർവതി സതി ചെന്നപ്പോൾ ഒന്ന് ദക്ഷന്റെ കണ്ണു മുട്ടി. ഒരു അരുവും പറഞ്ഞു, മൊത്തം മണല്ലേ യജ്ഞത്തിലേക്ക് വിളിക്കുക. ഒരു നോട്ടം നോക്കി ആചാര്യൻ ദക്ഷ സകലം ചാമ്പലായി പോകുന്ന നോട്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞു
അച്ഛൻ തീരെ മൈന്യതിന്, അമ്മയും മൈന്യതിന്, സഹോദരിമാരായാലും മിണ്ടിയില്ല. നീ എന്താ ചെയ്യാ? ഇനി വേഗം എൻ്റെ പ്രാണേശ്വരൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട് നാണക്കെട്ടായിട്ട് കൊണ്ട് വരണ്ട. ശരി, ഇവിടെ ഒരു ചെറിയ ഭാഗം. എന്താ ചെറിയ ഭാഗം? സതീദേവി ആ യാഥാർത്ഥ്യയിൽ ബന്ധു മരിച്ചു എന്നാണ് നിങ്ങൾ എല്ലാവരും ഇന്നുവരെ ധരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ധരിച്ചിരിക്കുന്നു അത് തന്നെ. പക്ഷേ സതീദേവി ഭഗവാന്റെ ഭാര്യയ്ക്ക് സാധാരണ ഒരു സ്ത്രീയെ പോലെ തീയിൽ ചാടി ചാവുന്ന വല്ല ഗതികളുണ്ടോ? ഇല്ല. സ്കന്ദപുരാണം പറയുന്നു ദേവി വേഗം ശിവസന്നിധിയിൽ മടങ്ങിയെത്തി. ഇവിടെയാണ് പ്രശ്നമുള്ളത്, അഭിപ്രായ വ്യത്യാസമുള്ളത്. പണ്ഡിതന്മാർ പലതരം പറയുന്നുണ്ടെങ്കിലും ഇവിടെ സതീദേവി ആ യാഥാർത്ഥ്യം ചാടി ആരാധന ചെയ്യുന്നില്ല. നേരെ തിരിച്ചു പരമേശ്വരൻ ദൂരത്തുനിന്നുണ്ട്. എന്തേ ഭഗവാനെ തെറ്റുപറ്റി ക്ഷമിക്കണം. അവിടുന്നല്ലാതെ ഈ അക്ഷരമയ്ക്ക് ആരുമില്ല. എല്ലാം പറയുന്ന ഭഗവാൻ സകല ചരാചരങ്ങളിൽ സൃഷ്ടിച്ച നിരാമയനായ അങ്ങയ്ക്ക് എന്നെ തടയാമായിരുന്നു. ശത്രുക്ഷിയോട് പറഞ്ഞു, നന്ദികേശ എന്താ വിവരം ഒന്ന് പോയി അറിഞ്ഞില്ലല്ലോ. എടുത്തുകാരിയൊന്നുമില്ല ഭഗവാൻ. നന്ദികേശനെ പറഞ്ഞയച്ചു. നന്ദികേശനെ അറിയോ? 2 കൊമ്പൊക്കെയുള്ളവരാണ്. ചെങ്ങനെയാദ്യം പറഞ്ഞയച്ചു. ശിവക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് കുടിയിരുത്തിയിരിക്കുന്ന എപ്പോഴും എണീക്കാൻ തയ്യാറായിട്ട് അതാണ് ഈ നന്ദി. നന്ദിയെ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ പല എഴുത്തുകാര് എഴുതിയൊരു ഭാഗമാണ് ഞാൻ തിരുത്തുന്നത്. എന്നിട്ട് നേരെ സതീദേവിയോട് പറഞ്ഞു, ഇവിടെ ഇരിക്കൂ, സമാധാനം ഇരിക്കൂ, ആശ്വസിക്കട്ടെ, ദൂരോടി ഒന്നുമില്ല, ഞാനിതിന് പരിഹാരം ഉണ്ടാക്കാം, ഞാൻ അന്വേഷിക്കാം എന്നെന്താ പറയുന്നത്. എന്നെ അപമാനിച്ചത് എന്നെ അപമാനിച്ചത് തുല്യമാണ്. അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കൂ. ഇരുത്തി. ഭഗവാൻ കൂടെ ഇരുത്തി. നന്ദികേശൻ പോയി ചെന്ന് നോക്കുന്നതിന് നന്ദികേശനാണ് ചെന്നപ്പോൾ തന്നെ കലി കുളിയില്ല ചെല്ലുന്നത്. നന്ദികേശന് സഹിച്ചില്ല. തന്റെ യജമാന പത്നിയെ അപമാനിച്ചു വിട്ട് രക്ഷണമില്ല. ഒരു കൂട്ടം കലിക്കാണ് കഴിച്ചു. ആര്? നന്ദികേശൻ തന്നെ. ഒരു കൂട്ടം യാഗശാലയ്ക്ക് തല്ലി തണുത്തു. ആവശ്യമായ കാര്യങ്ങൾ വിധി ചീന്തി ആ യാഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന പ്രധാന ഹൗസിന് ഓദിക്കല് ഒക്കെ ചെടിക്ക് ആ കൊടുത്തു. നന്നായി കൊടുത്തു. അങ്ങനെ കൊടുത്ത കൂട്ടത്തിൽ ബ്രഹ്മാവിനെ പിടിച്ചു കെട്ടി ഭാര്യ സാവിത്രിയെ കൂടെ ബ്രഹ്മാവിനോട് പിടിച്ചു കെട്ടി വിഷ്ണു ഭഗവാനെ വിളിച്ചു കെട്ടി. ഇനി ഒരു ഭഗവാനും ബാക്കിയില്ല. എല്ലാ ഭഗവാന്മാരായിട്ട് പിടിച്ചു കെട്ടിയതിനു ശേഷം നേരെ തന്റെ സേവകന്റെ കർമ്മം ഞാൻ നിറവേറ്റിയെന്നറിയിക്കാൻ സ്വാമിയുടെ അടുത്തേക്ക് വന്നു. ഭഗവാൻ ശിവസന്നിധിയിലെത്തി. കൈലാസത്തിൽ എന്താ നന്ദികേശ വിശേഷം? ഈശ്വര ഒരു കൂട്ടമൊക്കെ ഞാനാണ് ഒപ്പിച്ചിട്ടുണ്ട്. ഒരു കൂട്ടം കേട്ടോ. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവിടെ രക്തമൊക്കെ പോയല്ലോ. ആ രക്തം വീഴുന്ന പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബ്രഹ്മവിഷ്ണു മഹേശ ഒക്കെ കെട്ടിയിട്ടോ പണിയൊന്നും ചെയ്യില്ല. ചിലര് താനൊക്കെ കുറിച്ചോ ശരി. ഉടനെ തന്നെ ഒത്തിരി സംഭവം ഉണ്ടായിരുന്നു. ശിവനൊന്ന് എഴുന്നേറ്റു, ഒന്ന് ആടി ആ ജട കൊണ്ട് തെറിച്ചു വിടണോ. ഇങ്ങനെ ആ ജട തെറിച്ചെടുത്തിട്ട് ഏതാണ്ട് ഒരു ചതുരശ്ര യോനി എന്നാ പറയുന്നത്. ആ ചെടിയെ കൊണ്ട് ആട്ടി. അതിൽ നിന്ന് വീരഭദ്രൻ സംജാതൻ. പിന്നീട് ഭാവം മാറി കണ്ടാചരണം പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഭദ്രകാളി പറഞ്ഞു, സംഭരിക്കൂ, ഇനി നോക്കണ്ട, സംഭരിച്ചോളൂ. ആരായാലും ചെയ്യും. സകലത്തിന് സംഭരിച്ചു. ലക്ഷന്റെ കഴുത്തറുത്തു. ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ ബ്രഹ്മാവിനും വിഷ്ണുവിനും മാത്രം ഒന്നും ചെയ്തില്ല. പിടിച്ച് കെട്ടിയിട്ടിട്ടുള്ളൂ. ബാക്കി യാഗശാല തല്ലിത്തറുത്തു. തീ വെച്ചു. അവിടെ ഭൂമി മുഴുവൻ പകച്ചു നിൽക്കാൻ തുടങ്ങി. അപ്സരസുകളും ദേവന്മാരും നോക്കാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ദക്ഷ സാമ്രാജ്യം തീയിൽ തുടങ്ങി. അപ്പോഴ് ഭൂമിയുടെ നിജസ്ഥിതിയുടെ ആരംഭിച്ചു. ഗംഗ ഗതി മാറി ഒഴുകിയെന്നാണ്. ശരിക്ക് പ്രളയത്തിന്റെ വിധി ജനിപ്പിക്കുമാണ്. ശിവന്റെ താണ്ഡവം അപ്പോഴും നിൽക്കുന്നില്ല. തന്റെ താണ്ഡവം തന്നെയാണ്. സംഹാര
ജട കെട്ടിയിട്ടില്ല. ഈ ജട കാട്ടുന്നത് ആ നിലയിൽ നിന്ന് ഇടിമിന്നൽ കണക്ക് ആ ശിവതാണ്ഡവം നടന്നുകൊണ്ടിരിക്കുകയാണ് സംഹാരത്തിൽ. ഈ ഭാഗത്ത് ദക്ഷിണ സകലം കഴിഞ്ഞു. പിന്നീട് നാരദൻ വളരെ ശാന്തസ്വരൂപനായിട്ട് അവിടെ എത്തി. എല്ലാം ഞാൻ അളന്നു നാരായണ നാരായണ എന്ത് നാരായണൻ ഇവിടെ സംഹാരക്കാരനാണ്, ഒന്നും നടക്കില്ല. അവസാനം ഈ സതി ചെയ്ത് ഭഗവാന്റെ കാലത്തിൽ കെട്ടിക്കൊടുത്തത്. അതുകൊണ്ടാണ് സതി അഗ്നിയിൽ ചാടിയില്ല എന്ന് ഞാൻ പറയാം. ഗ്രന്ഥങ്ങൾ പകർത്തുന്നവര്, പുരാണങ്ങൾ പകർത്തുന്നവര്, ബ്രാഹ്മണരൊക്കെ തന്നെ ചെയ്ത ധർമ്മചുരിയാണ് സതി ആത്മഹത്യ ചെയ്തുകൊടുത്തത്. ഒരു ദേവിക്ക് ആത്മഹത്യയുടെ ആവശ്യമില്ല. അപ്പൊ കഥ ഗതി മാറ്റി. അതുകൊണ്ട് അവിടെ ധർമ്മചുരിയുണ്ട്. പരിശോധിക്കുന്നവര് സ്കന്ദപുരാണം എടുത്ത് പറയും. പുരാണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്കന്ദപുരാണം. മറ്റേത് എവിടെ വന്നു എനിക്കറിയില്ല. കാമക്യ പുരാണത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാമക്യ പുരാണം മുഴുവൻ എടുത്ത് വായിച്ചു. ഇങ്ങനെയുള്ള ഞാൻ കുട്ടിയുടെ സംഭവമായിട്ട് ഞാൻ കുട്ടിക്കാലങ്ങൾക്ക് പരിചയിച്ചതാണ്. കുട്ടിയുടെ സംഭവം അതെന്താണ്, സത്യമാണോ ശരിയാണോ എന്ന് പറയാൻ വേണ്ടി. പിന്നെ ദക്ഷിണാവിൽ നടന്ന സ്ഥലം ഇതല്ല. ദക്ഷപ്രജാവിന്റെ സ്ഥാനമല്ല കുട്ടി. അത് ഹരിതമല്ല. നീളമൊന്നും ഞാൻ കാണിച്ചത് ഏതോ യാഗം നടന്നിരിക്കാം. മനുഷ്യന് പലരുടെ പേരിലും ധർമ്മചുരി വരുത്തി ആരാധന രീതികൾ മാറ്റിയെടുക്കും. നിങ്ങൾ ഞാനൊക്കെ പോയിട്ടുണ്ട് കുട്ടികൾ അനവധി പ്രാവശ്യം നെയ്ക്കാരനായിട്ടും പല വേഷത്തിലും പോയിട്ടുണ്ട്. പക്ഷെ അത് അനുഭവം ഈ യാത്രയിൽ നിന്ന് ഹരിദ്വാറിലെ ഈ സതി വിയോഗം നടന്ന അമ്മാരത്തിക്കല്ല് കണ്ടപ്പോഴാണ് ഇത് പിന്നെ എന്താണെന്ന് തോന്നിയത്. എനിക്കറിയില്ല, ഞാൻ തർക്കിക്കാനില്ല. ഈ സംശയം എനിക്ക് നിലനിൽക്കുന്നു. അത് തുറന്നു പറഞ്ഞു. അത് തിരുത്താൻ അധികാരമുള്ളവർ തിരുത്തിത്തരെ. സാധാരണ പ്രസ്തുത ഭാഗം പറയുമ്പോൾ ശ്രദ്ധിക്കുന്നു. ആർക്കെങ്കിലും കൂടുതൽ അറിവുണ്ടോ അത് വിഷയമായിട്ട് അത് ഗ്രന്ഥസഹിതമായി നടക്കുക. സ്കന്ദപുരാണം പറയുന്നു ഇങ്ങനെ നടന്നിട്ടില്ല. മാറ്റേണ്ട പറയാൻ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ ദക്ഷയാഗം നടത്താൻ കൊട്ടിയൂർ വന്നത്? നിങ്ങൾക്കും എനിക്കും സംശയമുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുക. ഏതെങ്കിലും അധികാരി വർഗങ്ങൾ ഇതിന് വല്ലതും ശാസ്ത്രജ്ഞന്മാരോ പണ്ഡിതന്മാരോ സന്യാസിമാരോ മുനിമാരോ ശാസ്ത്ര ഗവേഷകന്മാരോ എനിക്ക് ഉത്തരവ്. എവിടെയാണ് ദക്ഷയാഗം നടന്നത്? കൊട്ടിയൂരാണോ അതല്ല ഹരിദ്വാര? സംശയം മാത്രമേ ഉള്ളൂ. ആ സംശയം നോക്കി ആരെങ്കിലും നമുക്ക് സംശയം തർക്കിക്കാനില്ലാലോ. ധർമ്മചുരി എടുക്കരുത്. ധർമ്മത്തിൽ പലതും എഴുതി ചേർത്ത മനുഷ്യനെ വേഷം കിട്ടി. നിങ്ങൾക്ക് എനിക്കൊക്കെ പൂർണ്ണ വിശ്വാസമാണ് ആ സ്ഥലം. ഞാൻ പാലക്കാട് മലയിൽ ഒത്തിരി പ്രശ്നത്തിന് പോയ ആളാണ്. അതുകൊണ്ട് അത്രയും ധനത്തോട് പോയത്. പക്ഷെ ഈ പ്രാവശ്യത്തെ കൈലാസ യാത്രയിൽ നിന്ന് ഭാരതത്തിൽ ഓരോ ഇഞ്ച് തരിമണ്ണും അരിച്ചു പകറ്റിയതുകൊണ്ട് ഈ സത്യാവസ്ഥ ഞാൻ നിങ്ങൾ മുമ്പിൽ വെക്കുന്നു. വേറെയുള്ളവർ എന്നെപ്പോലെ വേറെ ദോഷിക്കൊക്കെ ഉപദേശിച്ചത് അവിടെ ഞാൻ നടന്നതാ ഇവിടെ നടത്തുന്നതാ എനിക്കറിയില്ല. അറിവുള്ള പണ്ഡിതവർഗം അത് തരണം. ഈ മാർക്കണ്ഡേയ പുരാണം തെറ്റാണോ അതല്ല സ്കന്ദപുരാണം തെറ്റാണോ? ഈ 18 പുരാണത്തിൽ 2 പുരാണത്തെ നിങ്ങൾ മുമ്പിൽ കൊടുക്കുന്നു. ഞാൻ കൊണ്ടത്തന്നെ സ്കന്ദപുരാണം അതിനൊരു പേര് എനിക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ വിഷ്ണു പറഞ്ഞു ബന്ധിച്ചാണ്. വിഷ്ണു സുദർശനം കൊണ്ട് ദേവിയുടെ കഴുത്ത് ഛേദിച്ചു. അത് മോകാംബയിൽ വന്നു വീണു. സ്ഥലം ഛേദിച്ചു സ്ഥലേശ്വരി. കടിപ്രദേശം കാമയ്ക്ക കഴിയില്ല. അറിയപ്പെട്ട അതിന് തെളിവ് നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കും. ഇനി അതല്ല, ഭാരതത്തിൽ ഇതിന് ചെയ്യുന്ന ഋഷീശ്വരന്മാർ പലരുമുണ്ട്. അവരെനിക്ക് പറഞ്ഞു. ഞാൻ അവിടെ കണ്ടതെന്താ, ഇവിടെ കണ്ടതെന്താ. അതുകൊണ്ട് മനുഷ്യൻ ഞാനിപ്പോ സംശയത്തിലാണ്, പ്രശ്നം സുഖത്തിലാണ്. ഞാൻ എന്റെ അനുഭവം പറഞ്ഞു. ഈ നാട്ടിൽ കുട്ടികള് വളരെ വിശേഷ ഉത്സവമായിട്ട് നടത്തപ്പെടും. അതിന്റെ പിന്നിൽ എന്താ കഥ? സതീവിയോഗമാണോ അതല്ല വേറെ ഏതെങ്കിലും യാതൊരായിരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആചാര്യന്മാർ നടത്തിയതാണോ അതല്ല ബുദ്ധസന്യാസ
ശരി, ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അങ്ങനെ ഇതിന് ശേഷം യാഗം പൂർത്തീകരിക്കണം എന്നുള്ള ആഭിമതം അനുസരിച്ച് പണ്ഡിതന്മാരും മനുഷ്യന്മാരും ബ്രാഹ്മണരും ഒക്കെ കൂടി ശിവസന്നിധിയിൽ വന്ന് ബ്രഹ്മാവിനും വിഷ്ണുവിനൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന മാനവ ദാനവന്മാരുടെ അപേക്ഷ കേട്ട് ശിവപെരുമാള് ഈ സ്ഥലത്തെത്തുന്നു, രക്ഷയാഗം നടത്തുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ പാർവതി സമേതനായിട്ട് വരുന്നത് പ്രത്യേകമാണ്, സതീ സമയം. എന്നിട്ടോ അവിടുന്ന് എല്ലാവർക്കും ജീവൻ വെപ്പിക്കുന്നു, വിഷ്ണുവിനും ബ്രഹ്മാവിനൊക്കെ കെട്ടിയിടുന്ന അയക്കുന്നു. പിന്നെ രക്ഷഭഗവാനോട്, രക്ഷഭഗവാൻ ആരിന് താഴെട്ട് വെക്കുന്നുണ്ട്, ബുദ്ധിയില്ലാത്ത വെക്കുന്ന മാതിരി ആ രക്ഷപ്രകാരം സമസ്ത അപരാധങ്ങളും കൊടുക്കാൻ ശിവസമക്ഷം ഭക്തിയാന്തരപൂർവ്വം നമസ്കരിക്കുന്നുണ്ട്. അതിനുശേഷം ദക്ഷിണ കൊടുത്ത ശേഷം ഈ ദക്ഷയാഗത്തിന്റെ ഫലം കിട്ടാൻ വേണ്ടി ഈ ശിവനെ അതിഥിയായി സ്വീകരിച്ചുകൊണ്ട് വീണ്ടും യാഗം പൂർത്തീകരിക്കുന്നുണ്ട്. യാഗം ഭംഗമാകുന്നില്ല, യാഗം നശിക്കുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കും പുസ്തകം തരാം, ഗ്രന്ഥം തരാം, അത് പരിശോധിച്ചിട്ട് സ്കന്ദ പുരാണത്തിൽ പറയാണ് സതീ വിയോഗം അല്ലെങ്കിൽ ഈ സമ്പ്രദായം പൊട്ടിയിട്ട് നടന്നു. ഇത് നിങ്ങൾ മനസ്സിലിരിക്കട്ടെ. ഇതെന്തിന്റെ പേരിലെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വായിക്കുക, പഠിക്കുക, പണ്ഡിതന്മാരോട് ചോദിക്കുക. ഒരു വിഡ്ഢി സ്വാമി എന്ന് പറഞ്ഞിരുന്നു, വിഡ്ഢിയാണ്, സംശയിക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. നമ്മളെ നാളെ മുത്തപ്പന്റെ കഥ പറയുന്നത്, ഉടയുടെ കഥ പറയുന്നത് തിരുത്തി തരുന്നു. അന്ധവിശ്വാസങ്ങളെ ഒരു ഭരണത്തിന്റെ ഭാഗമാക്കിയിട്ട് ജനശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്ന ഒരു ഭാഗത്തേക്ക്. അതായത് ഇന്ന് ഞാനൊരു തെറ്റ് ചെയ്താൽ നാളെ അത് കണ്ട് പഠിക്കുന്ന ഇവര് മറ്റന്നാൾ അത് ധർമാചാരമായി കൈയെടുക്കും. ഇത് തിരുത്തണം. ബുദ്ധിയുള്ളവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. എല്ലാവരും ധർമ്മത്തിന്റെ ഒരു ഭാഗത്തും ഒഴിക്കൂടാം. ഒരു വെട്ടി സ്വാമി ഇവിടെ വന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് ശരിയാണോ? സ്വന്തപുരാണം എടുക്കണം, മാർഗമായ പുരാണം എടുക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ കേട്ടിട്ട് പോയാൽ പോരാ. വൈശാഖോത്സവം ഉണ്ട്, അത് പറയാം. അത് മേഘ സന്ദേശത്തിൽ പറയുന്നു, കാളിദാസൻ പറയുന്നുണ്ട് വൈശാഖോത്സവം പറ്റി. ദക്ഷഗീതങ്ങളെ പറ്റി പറയുന്നു. ദക്ഷഗീതല്ല, ദക്ഷയാണ്. ചരിത്രം വളച്ചൊടിക്കുന്നു. ഞാനിപ്പം പറയും ഗുരുവായൂരപ്പൻ ദേവി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ഞാൻ തിരുത്തി തരുന്നു, തിരുത്തും. സാക്ഷാത് ഗുരുവായൂരപ്പൻ ദേവിയാണ്. ഞാൻ നിങ്ങളൊക്കെ പോയിരുന്നത് യശോദകൃഷ്ണനായിട്ടാണ്. ഞാൻ ദേവി ഭാഗത്തു നിന്ന് ആ പ്രസ്തുത ഭാഗം നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട്. കൃഷ്ണനാണ്, യശോദകൃഷ്ണനാണ്. നന്ദഗോപാലത്തിൽ ജനിച്ചിട്ടുണ്ട്. മധുര മുഴുവൻ പ്രദക്ഷിണം വെച്ച് യാത്ര ചെയ്ത് വരാൻ, അന്വേഷിക്കാൻ, പുസ്തകത്തിൽ എഴുതി പിടിച്ച തെറ്റുകളെ മനസ്സിലാക്കാൻ, അല്ലാതെ അന്ധമായി വിശ്വസിക്കാനല്ല. യശോദാനന്ദനും കൃഷ്ണൻ സാക്ഷാൽ ദേവിയാണ്. ഇതൊക്കെ അറിയില്ല. നിങ്ങൾ നമ്മൾ എങ്ങോട്ടാ പോയത് കൂടെ അറിയില്ല. ഭഗവതിയുണ്ട് എന്ന പുസ്തകം ഗ്രന്ഥമുണ്ട്. തെളിവുകളില്ലാതെ മനുഷ്യരാശിയെ, പിഞ്ചു മക്കളെ വഴിയാടാക്കണം. കൃഷ്ണനെ വിളിക്കുന്നതിന് കുറെ കൂടി ചെയ്യും. കൃഷ്ണാനന്ദനേക്കാൾ അത് ദേവി തന്നെ പറയുന്നത്. ദേവി ബാബു, ഞാൻ ഇത്രാമത്തെ മനുഷ്യർക്ക് ഇന്നയാളുടെ മകനായിട്ട് ഇന്ന സ്ഥലത്ത് ജനിച്ചിട്ട് ഇന്നയാളെ കൊല്ലുന്നുണ്ട്. അപ്പോഴേ സത്യം മനസ്സിലാക്കി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വിചാരിക്കരുത്. എന്റെ സംശയങ്ങളാണ്. ഞാൻ പോയി കണ്ടിരിക്കുന്ന സതീ യാഗം നടന്ന സ്ഥലം, ദക്ഷയാഗം നടന്ന സ്ഥലം ഹരിദ്വാറിലാണ്. അവിടെ സപ്തഋഷിമാരുടെ കുടില് പോലും നശിപ്പിക്കുന്ന രീതിയിൽ ഗംഗ ഏഴായി പിരിയുന്നതും കണ്ടുപോകുന്നത്. നിങ്ങൾ ഇവിടെ കുത്തിരുന്നിട്ട് ഓരോരുത്തരും പറഞ്ഞത് ശരിയാണ് അങ്ങനെ വിചാരിക്കുന്ന ഇത്തിരി കാശുണ്ടെങ്കിൽ എന്നെപ്പോഴും പോലും യാത്ര നമുക്ക് ചെയ്യാം. ഹരിദ്വാറിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. ഒരു 500 ഉറുപ്പിക ചെലവുള്ള വൺ സൈഡ് ടിക്കറ്റിന് കൂടി 1000 ഉറുപ്പിക ഉണ്ടെങ്കിൽ എല്ലാവരും പോയിട്ട് വരാം. വലിയ ആനക്കാരൊന്നും ഇല്ല. പുറപ്പെടൂ, ചരിത്രം അന്വേഷിക്കൂ. ഹിമാലയത്തിൽ ഓരോ കല്ലും അരിച്ചു പെറുക്കി, മാനസരോവറിൽ പോയി, ശ്രീകൈലാസത്തിൽ പോയി,
ബദ്രിനാഥിൽ പോയി, കേദാർനാഥിൽ പോയി, എല്ലാ സ്ഥലങ്ങളും വരച്ചു നോക്കി ധർമ്മം എന്താണെന്ന് അറിയാൻ. അല്ലാതെ കാലുവിട്ട് സ്വാമിയായതല്ല. എന്താണ് സത്യം, എന്താണ് ധർമ്മം, ഇതിലെന്തുണ്ട്? അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ഭാഗമാണ് ഭഗവാൻ. ഞാൻ എൻ്റെ അച്ഛന് പുത്രകാലം പോയിരുന്നല്ലോ, നീക്കാനും കൊടുത്തിട്ട് കാൽമലയിൽ കോഴിക്കോട് നിന്ന് കഞ്ഞിപ്പുരയിൽ അന്വേഷിച്ചു കൊടുത്തു, ഇല്ലെങ്കിൽ പാത്രം വാങ്ങി വളരെ കഷ്ടപ്പെട്ടിരുന്നു. ഇതിന്റെ പരമ രഹസ്യം എന്താണ്? എന്താ ഇതിനൊക്കെയും അറിവുള്ളവർ തരണം. എനിക്കറിയില്ല, അറിയില്ലാത്തതായിരിക്കണം. അറിവുള്ളവരൊന്ന് തെളിയിച്ചെടുക്കും. അതെന്താ ഇതെന്താണ്? രണ്ടു തമ്മിലുള്ള സംശയം. ഇവിടെയാണ് നിശ്ചയം, സന്തോഷം, അതല്ല ആരാണ്. അപ്പൊ നമ്മുടെ ആദിശങ്കരന്റെ കാലത്തിന് ശേഷം എന്തെല്ലാം കൂടുതൽ എഴുതി ചേർക്കാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി ചേർന്നിരിക്കുന്നു. അത് സഹിച്ചോളാം. ഈശ്വരനാമത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ധർമ്മശുദ്ധി അനുവദിച്ചുകൂടാം. ആ ഭാഗം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ ഗ്രന്ഥം നോക്കുന്നതിന് മുമ്പ് എടുത്തുതരാം. ആരെ മുമ്പിൽ കൊണ്ട് പറയണം. വലിയ അറിവൊന്നുമില്ല, യാത്ര ചെയ്ത അറിവുകളുണ്ട്. സംസ്കൃതം ധാരാളം, നമുക്ക് സംസ്കൃത പണ്ഡിതമൊന്നുമല്ല. ജന്മം കൊണ്ട് ബ്രഹ്മചര്യല്ല. ഗൃഹസ്ഥനായി ഗൃഹസ്ഥാശ്രമ വിധിയനുസരിച്ച് സന്യാസം സ്വീകരിച്ചു. മക്കളുണ്ടായി, വിവാഹം കഴിച്ച് മക്കളുണ്ടായി, മക്കളെ ജോലി കഴിച്ചു കൊടുത്ത് ആ മക്കളിൽ മക്കളായ ശേഷം മാത്രമാണ് ഈ സനാതന ധർമ്മത്തിൽ സന്യാസം പറഞ്ഞത്. അല്ലാതെ 11 വയസ്സിൽ മൂക്കും കണ്ണും കെട്ടി ചെവി അടച്ച് ഈ ബ്രഹ്മചര്യാണെന്ന് പറയുന്നതല്ല. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് വന്നു എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എനിക്കതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ വല്ല അറിവുള്ളവരുണ്ടെങ്കിൽ വന്ന് ഒരു വേദിയിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഭാരതത്തിന്റെ സനാതന ധർമ്മ രീതി അനുസരിച്ച് ഒരു ജനിക്കുന്ന കുഞ്ഞിന് അവന് അച്ഛനായി അമ്മയായി എല്ലാ കാര്യങ്ങളും കർമ്മം ചെയ്തതിനു ശേഷം അവസാനം വാനപ്രസ്ഥം. അതാണ് സനാതന സന്യാസം. നമ്മുടെ പൂർവികന്മാരായിരിക്കുന്ന വസിഷ്ഠന് ഭാര്യ ഉണ്ടായിരുന്നു, മക്കളും ഉണ്ടായിരുന്നു. ഗൗതമന് ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. നമ്മുടെ സന്യാസിമാർക്കൊക്കെ ഈ ബ്രഹ്മചാരി ഗുരുത്വമൊന്നും എനിക്ക് അറിയില്ലേ. ഇനി ശങ്കരനെയാണ് ബ്രഹ്മചാരി എന്ന് ആദ്യ ശങ്കരനാണെന്ന് പറയുന്നെങ്കിൽ അയാൾ ബ്രഹ്മചാരി അല്ല. കാശി രാജാവിന്റെ ഭാര്യയെ സംഭാവന ചെയ്തിട്ടാണ് സർവജ്ഞ ചേരാൻ അയാളുടെ ഇറങ്ങി പുറപ്പെട്ടത്. അന്യന്റെ ഭാര്യയെ പാണിഗ്രഹണം കൂടി ചെയ്യാറ്. സർവജ്ഞപുരാജ കേരളം കാശ്മീരത്തിൽ വന്നു. ആ കാശ്മീരത്തിൽ വന്ന സമയത്ത് ദേവിചന്ദ്രൻ ചോദിച്ചു, നിനക്ക് കാമകലയെ പറ്റി എന്താ അറിയാമോ? എനിക്കൊന്നും അറിയില്ലോ, നീ മടങ്ങിപ്പോകും. മടങ്ങിപ്പോകുന്ന സമയത്ത് ആദിശങ്കരാചാര്യ ഒരു സ്ത്രീയുടെ രസം എന്താണെന്ന് അറിയില്ല. അങ്ങനെ ചോദിച്ചു, ഞാനിപ്പോ എന്താ ചെയ്യാൻ? പറഞ്ഞൊരു സുഹൃത്തുണ്ട്, കാശി രാജാവ് രോഗശയ്യപ്പെട്ട് നീ ഇവിടുന്ന് പോവുക, എന്റെ ഈ ശരീരം ഭൗതികപ്പെടണം ഒരു സ്ഥലത്ത് മാറ്റി വെക്കുക, എന്നിട്ട് നിന്റെ ജീവാത്മാവ് മരിച്ചു കിടക്കുന്ന കാശി രാജാവിന്റെ ദേഹത്തേക്ക് കടത്തി വിടുക. കൂടുതൽ വിട്ട് കൂടുമാറ്റൽ. അങ്ങനെ കൂടുമാറി കാശി രാജാവ് ആയിട്ട് എഴുന്നേറ്റ് ചെന്നു. ഭാര്യയെടുത്ത് വളരെ ഭംഗിയായിട്ട് രാജാവ് തന്നെയാ, അത് മാറ്റി ശരീരം തന്നെയാ, രാജാവിന്റെ തന്നെയാ, ആത്മാവ് മാത്രമേ പറയുള്ളൂ. അങ്ങനെ കാമത്തിന്റെ 64 കലകളുണ്ടെന്ന് ആ സ്ത്രീയിൽ നിന്ന് 3 രാവും പകലും കൊണ്ടും മനസ്സിലാക്കിയപ്പോൾ ആ സ്ത്രീക്ക് തോന്നി, ഇതെന്റെ ഭർത്താവല്ലല്ലോ. ഇന്നലെ അവരെ കാണിച്ചിരിക്കുന്ന വൈഭവങ്ങളും രതിക്രിയ രീതിയും ഇതല്ല. നിങ്ങൾ ആരാണ് പുണ്യാത്മാവ്? സത്യം പറയൂ. ശങ്കരൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല, തിരോധനം മാത്രം. ഒന്നും പറഞ്ഞില്ല, ഒളിച്ചോളൂ. തിരോധനം മാത്രം ഒളിച്ചോളൂ. നേരെ വന്നിട്ട് അമ്മയെ എടുത്തിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യേ ത്രംബികേ ദേവി നാരായണീ നമസ്തുതേ അനാമരൂപേ രൂപേ ചിന്തേ ചിന്താത്മികേ സാഖ്യാസം ക്ഷേത്രജ്ഞേ തഥാ യോഗാനന്ദ
യോഗാദേവി നാരായണി നമസ്തുതേ. ഈ ശങ്കരനെ കൊണ്ടല്ലാതെ ജയിച്ചത് ഇതിപ്പോ ജയിച്ചത് ഞാൻ പഠിച്ചു. കാമത്തിന്റെ 64 കലകളും പഠിച്ചു. അതാണ് ശ്രീചക്ര ഉപാസന, ശ്രീവിദ്യാക്രമം. ശ്രീവിദ്യ ഉപാസകന്മാരുണ്ടെങ്കിൽ അവര് ഈ ദേവിയുടെ ജോലിയാണ് പൂജിക്കുന്നത്. ആദ്യം അറിയാത്ത കാര്യങ്ങളാണ് തുറന്നു പറയുന്നത്. സാക്ഷിയുടെ ചോദിച്ചോളൂ. ശ്രീചക്രം മേധോപുസ്തകത്തോടുകൂടി സ്ത്രീയുടെ ഒരു ജോലി വെച്ചിട്ട് ആ ജോലിയിൽ 64 ശൃംഗങ്ങളുണ്ടാക്കി, കലകളുണ്ടാക്കി അതിനെയാണ് പൂജിക്കുന്നത്. വേണമെങ്കിൽ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ശ്രീചക്രം എന്താണ് എന്റെ കയ്യിലുണ്ട്. മേധോപുസ്തകത്തോടുകൂടി ഞാൻ പൂജിക്കുന്നുണ്ട്. ഒരു കാലത്ത് പൂജിച്ചിരുന്നു. ഇപ്പം പൂജിക്കുന്നു ചോദിച്ചാൽ ഇപ്പൊ സന്യാസി എന്നെല്ലാം വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാം നിങ്ങളോട് തുറന്നു പറയുന്നു. ഇത് മഹാപണ്ഡിതന്മാർ